So once again, welcome back to Disha Academy. മറ്റൊരു ഊർജ്ജസ്വലതയുള്ള പുതിയൊരു ലൈവ് സെഷനിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുകയാണ്. മറ്റൊരു ലൈവ് ക്ലാസ് ആഫ്റ്റർ എ ലോങ് ടൈം ദിശ ആർമി ചാനലിൽ നടത്തുന്നത്. അപ്പം നിങ്ങളും കൂടെയുണ്ട് എന്നത് എന്നെ ഒരുപാട് സന്തോഷവാനാക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എ വെരി ഗുഡ് ഈവനിങ് ടു എവ്രി വൺ. നമ്മുടെ മുമ്പിലത്തെ ലൈവ് ക്ലാസ്സിൽ ഇരുന്നവർക്കൊക്കെ അറിയാം നമ്മളൊരു പോസിറ്റീവ് ആശംസയോടെയോടുകൂടിയാണ് എപ്പോഴും തുടങ്ങാറ് അല്ലേ? അങ്ങനെ പോസിറ്റീവായിട്ട് തുടങ്ങുമ്പോൾ നല്ലൊരു തുടക്കം ഉണ്ടെങ്കിൽ പകുതി പൂർത്തിയായി എന്നാണല്ലോ നാട്ടിലെ ഒരു പൊതുവായിട്ടുള്ള ഒരു വർത്തമാനം. സോ അപ്പം വളരെ വേഗത്തിൽ വരുന്നവർ ഓരോരുത്തരായിട്ട് കമന്റ് ബോക്സിൽ ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞു. ഗുഡ് ഈവനിങ് പറയുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ സെയിം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. യെസ്, നമ്മൾ എത്രയോ റീലുകളൊക്കെ ഷെയർ ചെയ്യാറുണ്ട് അല്ലെ? ഇന്ന് വാട്സപ്പ് മെസ്സേജുകളെക്കാൾ കൂടുതൽ റീലുകൾ ഷെയർ ചെയ്യുന്ന ഒരു കൾച്ചർ ആണല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യാം. സോ കമന്റ് ബോക്സിൽ ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടെ. ഹൗ മെനി ഓഫ് യു ഹാവ് കം ഫോർ ദ ലൈവ്? വീഡിയോ കാണുന്നില്ലെന്ന്? വീഡിയോ കാണുന്നുണ്ടല്ലോ. യെസ്, ഗുഡ് ഈവനിങ്. യെസ്, ഇപ്പൊ സൗണ്ട് വിഷ്വൽ ഒക്കെ ഓക്കെ ആയില്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. യെസ്, യെസ്. അപ്പൊ നമ്മൾ ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറഞ്ഞ ഒരുപാട് ആഘോഷങ്ങളുടേതായിരുന്നു അല്ലെ? ഈസ്റ്റർ വന്നു, പെരുന്നാൾ വന്നു, വിഷു വന്നു, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആഘോഷങ്ങൾ. ആ ആഘോഷങ്ങൾക്കിടയിലും നമ്മളിൽ കുറച്ചു പേർ GD എക്സാം ക്രാക്ക് ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ ഈ ആഘോഷങ്ങളിലൊന്നും ഭാഗവാക്കാക്കാതെ മുന്നോട്ട് പോവുകയാണ് അല്ലെ? എന്താണ് മറ്റ് എക്സാമുകളിൽ നിന്ന് GD എക്സാമിനെ വ്യത്യാസമുള്ളതാക്കി മാറ്റുന്നത്? മറ്റ് എക്സാമുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കേവലം ബൗദ്ധികമായിട്ടുള്ള ഒരുക്കം മാത്രം മതി. പക്ഷേ GD എക്സാമിനെ പറ്റി സംസാരിക്കുമ്പോൾ ബൗദ്ധികമായിട്ട് മാത്രമല്ല, ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണ്. അപ്പം GD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു പ്രിവിലേജാണ്. യു ഓൾ ആർ പ്രിവിലേജ്ഡ് ഓൺ ദ ബേസിസ് ദാറ്റ് യു ആർ പ്രിപ്പയറിംഗ് ഫോർ SSC GD എക്സാം. യെസ്, അപ്പം വിവിധങ്ങളായിട്ടുള്ള ആൾക്കാർ ഈ ഒരു ലൈവില് ജോയിൻ ചെയ്തിട്ടുണ്ട് അല്ലെ? കഴിഞ്ഞ തവണ എക്സാം എഴുതിയവരുണ്ട്. നമ്മൾ ഓക്കെ, അർജുൻ. യെസ്, കോഴിക്കോട് സംസാരിച്ചിരുന്നു അല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. യെസ്, അർജുൻ ഒരു തവണ ഞാൻ പുറത്തു നിൽക്കും എന്നെ വന്ന് പരിചയപ്പെട്ടിരുന്നു. യെസ്, അർജുൻ ലൈവിലുള്ളത് സന്തോഷം കേട്ടോ. യെസ്, അപ്പം ഒരുപാട് ആൾക്കാർ, പല ടൈപ്പിലുള്ള ആൾക്കാർ ഈ ഒരു ലൈവിലുണ്ട്. മുൻ വർഷങ്ങളിൽ എക്സാം എഴുതിയവരുണ്ട്. അതുപോലെ എക്സാം എഴുതിയിട്ട് ചെറിയൊരു മാർക്കിന്റെ വ്യത്യാസത്തിൽ നിർഭാഗ്യവശാൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാതെ പോയവരുണ്ട്. അതുപോലെ മറ്റെല്ലാ വിഷയങ്ങൾക്കും മാർക്കുണ്ട്, ഇംഗ്ലീഷിന് മാത്രം കുറച്ചും കൂടി ഒരു മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. എന്താ ഇപ്പൊ കഥ എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് കടന്നു വരുന്നവരും ഉണ്ടായി ലൈവിൽ. നിങ്ങളുടെ എല്ലാവരുടെയും സംശയങ്ങൾ ദൂരീകരിക്കാനാണ് ഈ ഒരു ലൈവ് ഞാൻ ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസിന്റെ ബ്രേക്ക് ഡൗൺ ആണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷാൽ വി മൂവ് ഇൻടു ദ മെയിൻ കോണ്ടന്റ്? വീഡിയോയുടെ മെയിൻ കണ്ടന്റിലേക്ക് കടന്നാലോ? ഓക്കെ, അത് കടക്കുന്നതിന് മുന്നേ ഒരു ചെറിയൊരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഒരു ചെറിയ മനോഹരമായിട്ടുള്ള ഒരു കോട്ടാണ്. The future belongs to those who prepare for it today. ശോഭനമായ ഭാവി അത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇന്ന് ഈ ദിവസം അതിനുവേണ്ടി അധ്വാനിക്കുന്നവന് അർഹതപ്പെട്ടതാണ്. എന്ത് ശോഭനമായ ഭാവി? പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഇന്ത്യൻ റെയിൽവേയും നമ്മുടെ ജീവിതവുമായി ഒരുപാട് സമാനതകളുണ്ട്. നമുക്ക് റെയിൽവേയില്, നമ്മൾ ട്രെയിനില് സീറ്റ് കിട്ടണമെങ്കിൽ ഒരുപാട് ദിവസങ്ങൾക്ക് മുന്നേ ബുക്ക് ചെയ്യണം അല്ലെ? അങ്ങനെ ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് സീറ്റിന് അർഹതയുള്ളത്. സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നല്ല ശോഭനമായ ഭാവി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ന് തന്നെ അതിനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ഇന്ന് തന്നെ പ്രിപ്പറേഷൻ തുടങ്ങണം. എന്താണ് പ്രിപ്പറേഷന്റെ ആദ്യത്തെ പടി? നമുക്ക് നോക്കാം. പ്രിപ്പറേഷന്റെ ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ ഫെമിലിയറൈസ് യുവർ സെൽഫ് വിത്ത് ദ സിലബസ്. ഗ്രീക്കില് മനോഹരമായൊരു തത്വചിന്തയുണ്ട്. അതിങ്ങനെയാണ്: മാൻ നോ തൈ സെൽഫ്. മനുഷ്യ, നീ നിന്നെ തന്നെ അറിയുക. മനോഹരമായിട്ടുള്ള ഒരു തത്വചിന്തയാണ്.
അതായത് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ എന്റെ പോസിബിലിറ്റീസിനെ കുറിച്ച്, അല്ലെങ്കിൽ ഡ്രോബാക്സിനെ കുറിച്ച്, എന്റെ സ്കിൽസിനെ കുറിച്ച് എനിക്ക് ബോധം ഉണ്ടായിരിക്കണം, എന്നെ തന്നെ എനിക്ക് അറിവുണ്ടായിരിക്കണം. അതുപോലെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ച് യു ഷുഡ് നോ ദ എക്സാം, യു ഷുഡ് നോ ഇറ്റ്സ് പാറ്റേൺസ്, യു ഷുഡ് നോ ഇറ്റ്സ് സിലബസ്, എവറിഥിങ്. അതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് മോറോവർ വളരെ പ്രധാനപ്പെട്ടതായിട്ട് സിലബസ് അറിയണം. ചിലരെങ്കിലും ഈ പഠനത്തില് പിന്നോട്ടായി പോകുന്ന, അല്ലെങ്കിൽ ചിലർ പറയണ്ട ഞാൻ ഒരുപാട് പഠിക്കാറുണ്ട്, പക്ഷേ എന്തോ എക്സാമിന് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റിന് എനിക്ക് മാർക്ക് കയറുന്നില്ല. കാരണം എന്താ? വേണ്ടതല്ല പഠിക്കുന്നത്. ഒരുതരം GD എക്സാമിന് ഇരുന്ന് പഠിക്കുകയാണ്. എന്താ പരിപാടി? പഠിക്കുന്നു. നീ എന്നാ പഠിക്കുന്നേ? അവൻ പറയാം ഞാൻ GD എക്സാമിന് വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ആട്ടെ നീ എന്താ പഠിക്കുന്നേ ഇംഗ്ലീഷില്? അവൻ പറയാം ഞാൻ കവർ ലെറ്റർ എഴുതാൻ വേണ്ടി പഠിക്കുക. GD എക്സാം എഴുതുന്നവൻ എന്ത് ഇംഗ്ലീഷിന്റെ ഭാഗമായിട്ട് എന്താ പഠിക്കുന്നത്? കവർ ലെറ്റർ എഴുതാനാണ്. ഓക്കെ, അവനൊരു ബാങ്ക് എക്സാമിന് പഠിക്കുന്നവനാണെങ്കിൽ ഓക്കെ, കവർ ലെറ്ററിന്റെ ഫോർമാറ്റും അതിന്റെ മറ്റു കോണ്ടന്റ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. പക്ഷേ GD എക്സാമിന് പഠിക്കുന്നവന് കവർ ലെറ്റർ പറയേണ്ട ആവശ്യമുണ്ടോ? പഠിക്കേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. അപ്പൊ റെലവെന്റ് ആയിട്ടുള്ളത് പഠിക്കുക. അതാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ആദ്യം എന്ത് വേണം? സിലബസിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ആ ധാരണ എവിടുന്നാ വരുന്നേ? അതിന് ഒരു പോംവഴിയുണ്ട്. സിലബസ് കൃത്യമായിട്ട് ഇപ്പം ബ്രേക്കിംഗ് ബാഡ് എന്ന് പറഞ്ഞ ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സീരീസിൽ മനോഹരമായിട്ടുള്ള ഒരു സംഭാഷണ ശകലമുണ്ട്. എനിക്ക് കെമിസ്ട്രി അറിയാം, നിനക്ക് ബിസിനസ് അറിയാം, നമ്മൾ ഒരുമിച്ച് ചെന്ന ഈ ഡീൽ മനോഹരമാക്കാം. അതുപോലെ ഞാൻ നിങ്ങളോട് ഇന്ന് പറയാണ്, I know the syllabus, you have the talent, together we can make success. ഒരുമിച്ച് നമുക്ക് സക്സസ് പണിയാം, അല്ലെ? സക്സസ് ബിൽഡ് ചെയ്യാം. യെസ്, അതിനു വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ അക്കാഡമി ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. GD എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. അപ്പം ഈ കോഴ്സ് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം ഉണ്ടാകാം. നോട്ടിഫിക്കേഷൻ വന്നില്ല, ഇനിയും ധാരാളം സമയമുണ്ട്. വൈ സോ ഏർലി എന്നൊരു ചോദ്യം ഉണ്ടാവാം, അല്ലെ? വൈ സോ ഏർലി? എന്തുകൊണ്ട് ഇത്ര നേരത്തെ ഇത്തരത്തിലുള്ള ഒരു കോഴ്സ്? വൈ സോ ഏർലി എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഇറ്റ് ഈസ് ദ റൈറ്റ് ടൈം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനോ ഡിപ്ലോമ എക്സാമിനോ അല്ല, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനാണ്. ഇറ്റ് ടേക്സ് ടൈം. അത് സമയമെടുക്കും. കൃത്യമായിട്ടുള്ള സമയത്തിൽ, കൃത്യമായ പ്ലാനോടുകൂടി, കൃത്യമായ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനത്തിലൂടെ മാത്രമേ കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എപ്പോ തുടങ്ങണം? ഇപ്പൊ തുടങ്ങണം. ആ ഒരു വലിയ വിഷൻ, ആ ഒരു വലിയ അനുഭവ സമ്പത്ത് നമുക്കുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ പോലും റിലീസ് ചെയ്തിട്ടില്ല. ബട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു ബെസ്റ്റ് കോഴ്സ് നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ കോഴ്സിന്. യെസ്, നിങ്ങൾക്ക് ഓൺലൈനായിട്ടും, അതുപോലെ ഓൺലൈനായിട്ടാണ് മെയിൻ ആയിട്ട്, അതുപോലെ റെക്കോർഡഡ് വേർഷൻ, ലൈവ് വേർഷൻ ഉണ്ട്. ഇനിയിപ്പം നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരുണ്ടാകാം, ഇപ്പൊ പഠനത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നവരല്ല, മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ടാകാം. നോ ഇഷ്യൂസ്, നിങ്ങൾക്ക് ഇതിന്റെ റെക്കോർഡഡ് വേർഷൻ അവൈലബിൾ ആണ്. അതുപോലെ റിയൽ ടൈമിൽ ക്ലാസ് എടുക്കുന്ന ആരാണോ അയാളോട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സംവദിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു കോഴ്സാണ്. യെസ്, യൂട്യൂബ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. തീർച്ചയായിട്ടും യൂട്യൂബ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. പക്ഷേ യൂട്യൂബ് ക്ലാസ് കുറച്ചും കൂടി ഇന്റൻസ് ആയി മാറുന്നത് നമ്മൾ ആ എക്സാമിനോട് അടുത്ത ഒരു സമയത്താണ്. 2 ആഴ്ചക്ക് പ്രിപ്പയർ ചെയ്ത് ക്രാക്ക് ചെയ്യാൻ, ഞാൻ പറഞ്ഞ പോലെ ഇതൊരു യൂണിവേഴ്സിറ്റി എക്സാം അല്ല, ഇറ്റ്സ് എ കോമ്പറ്റേറ്റീവ് എക്സാം. അപ്പം ഈ ഒരു കോഴ്സ് തുടങ്ങി സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഈ കോഴ്സ് എടുത്തവർ റിവിഷൻ ചെയ്യുന്ന സമയത്തായിരിക്കും നമ്മൾ യൂട്യൂബിൽ ഇന്റൻസ് ആയിട്ട് ക്ലാസ് പോവുക. അപ്പൊ ആ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കുക. യെസ്, അതുപോലെ ഈ സ്ക്രീനിൽ കാണുന്ന ആൾക്കാർ നമ്മുടെ കോഴ്സ് എടുത്തിട്ട് നമ്മുടെ അക്കാഡമിയിൽ ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ പഠിച്ച് GD എക്സാം നല്ല സുന്ദരമായിട്ട് ക്രാക്ക് ചെയ്ത മിടുക്കന്മാരും മിടുക്കികളും ഒക്കെയാണ് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നാളെ നിങ്ങളുടെ ഫോട്ടോയും ഇതുപോലെ വരണ്ടേ? യെസ്, അപ്പൊ തീർച്ചയായിട്ടും റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുക്കുക. യെസ്, അതുപോലെ ഈ ഒരു കോഴ്സിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1-to-1 മെന്റർഷിപ്പ് ആണ്. അതായത് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെന്റർ ഉണ്ടാവും. യു ക്യാൻ റീച്ച് ഔട്ട് ടു ഹിം അറ്റ് എനി ടൈം. ഏത് സമയത്തായാലും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു പേഴ്സണൽ മെന്റർ. പലപ്പോഴും ഈ പ്രിപ്പറേഷന്റെ സമയത്ത് ചില ഘട്ടങ്ങളിലൊക്കെ ഞാൻ ഒറ്റയ്ക്കായി പോയല്ലോ,
ഇത് ഷെയർ ചെയ്യാൻ ആരും ഇല്ലല്ലോ, എന്നെക്കാൾ കുറച്ചും കൂടി നന്നായിട്ട് എന്നെ ഗൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ കുറവ്, അങ്ങനെ നിങ്ങൾ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ഈ കോഴ്സിന്റെ കൂടെ അങ്ങനെ ഒരു പേഴ്സണൽ മെന്ററിനെ കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ കോഴ്സിനെ സംബന്ധിച്ച് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് കൺസിഡർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഈ താഴെ കാണുന്ന നമ്പറിൽ, ഈ സ്ലൈഡിന്റെ കൂടെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ ഒന്ന് തീർച്ചയായിട്ടും പരിഗണിക്കാം. യെസ്, ആൻഡ് ബാക്ക് ടു അവർ മെയിൻ ബിസിനസ്. GD എക്സാമില് ഇംഗ്ലീഷ് അങ്ങനെ ഭാഗമായി എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷില് 20 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും 2 മാർക്ക് വീതം, അങ്ങനെ ടോട്ടല് 40 മാർക്കാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയമായിട്ടുള്ള ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, നന്നായിട്ട് പഠിച്ചാല് ആ 40 മാർക്കും നമ്മുടെ കയ്യിലിങ്ങ് പോരും കേട്ടോ. യെസ്, ഇനി ഏതൊക്കെ ടൈപ്സ് ഓഫ് ചോദ്യങ്ങളാണുള്ളത് നോക്കാം. സ്പോട്ട് ദ എറർ ഉണ്ട്. സ്പോട്ട് ദ എറർ ഉണ്ടാ, ഒരു സെന്റൻസ് വരും, ആ സെന്റൻസിനെ 4 ഭാഗിച്ചിട്ടുണ്ടാകും, ABCD എന്ന് പറഞ്ഞ്. നിങ്ങൾ അതിനകത്ത് ഏത് ഭാഗത്താണ് എറർ എന്ന് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. അവിടെ തെറ്റ് തിരുത്താൻ പോകണ്ട, അല്ലെങ്കിൽ ഇതാണ് അല്ലെങ്കിൽ അത് ഇതാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സ്പോട്ട് ദ എറർ, ദാറ്റ്സ് ഇനഫ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഈ സെയിം സെന്റൻസ് തരും, ഇതേപോലെ ഒരു സെന്റൻസ്, ആ സെന്റൻസിന്റെ ഒരു ഭാഗം ബ്ലാങ്ക് ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? വി ആർ ഗിവൺ 4 ഓപ്ഷൻസ്. ആ 4 ഓപ്ഷനിൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വെച്ച് അതിനെ ഫിൽ ചെയ്യാം. സിനോണിംസ് ആൻഡ് ആന്റണിംസ്, പര്യായ പദങ്ങളും വിപരീത പദങ്ങളും. ചിലപ്പോൾ ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ടായിരിക്കും ഒരു വേർഡ് തരുന്നത്, അല്ലൊരു വേർഡ് അല്ലാതെ തന്നെ ഒറ്റയ്ക്കും തരാം. അതിന്റെ പര്യായ പദം ഓപ്ഷൻസിൽ തിരഞ്ഞെടുക്കുക. ഒരുപക്ഷെ അതിന്റെ എതിർപദം തിരഞ്ഞെടുക്കാനായിരിക്കും ചോദിക്കുക. അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, അതും തെറ്റ് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെയാണ്. റോങ്ലി സ്പെൽഡ് ആയിട്ട് ഒരു വേർഡ് തരും, നമ്മൾ എന്ത് ചെയ്യണം? അത് ശരിയാക്കണം. അല്ലെ, ഓപ്ഷൻസ് ഉണ്ടാവും നമ്മളെ സഹായിക്കാൻ കേട്ടോ. എപ്പോഴും ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ശൈലികൾ. മലയാളം ഭാഷ പോലെ തന്നെ ഇംഗ്ലീഷിലും ധാരാളം ശൈലികളുണ്ട് അല്ലെ. അങ്ങനെ കോമൺ ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ചില ശൈലികളുണ്ട്. അത് പഠിക്കുന്നതിലൂടെ ഈ ഒരു ഭാഗം വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, അഥവാ ഒരു വലിയ സെന്റൻസിനെ ഒറ്റ വാക്കിൽ ചുരുക്കുക. യെസ്, അതാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇംപ്രൂവ്മെന്റ് ഓഫ് സെന്റൻസ് അഥവാ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാല് നമുക്കൊരു സെന്റൻസ് തരുവാടാ, അത് ഭാഗികമായിട്ട് ശരിയായിരിക്കും, അതിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കുറവുണ്ടാവും അല്ലെ ഒരു തെറ്റുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ 4 ഓപ്ഷനില് അതിന്റെ കുറവ് നികത്തുന്ന രീതിയിൽ ഏത് ഓപ്ഷനാന്നുള്ളത് തിരഞ്ഞെടുക്കണം. അതാണ് നമ്മുടെ ടാസ്ക്. ഷഫ്ലിംഗ് ഓഫ് സെന്റൻസ് പാർട്ട്, അല്ല ഒരു സെന്റൻസ് അല്ലെ ഒരു പാരഗ്രാഫ്, പാരാജമ്പിൾസ് എന്നൊക്കെ നമ്മൾ പറയും. അതിന് ഒരു ചിലപ്പോൾ ഒരു ഇൻസിഡന്റ് ആയിരിക്കും, ഒരു ഇൻസിഡന്റിനെ സംബന്ധിച്ച് ഒരു പാരഗ്രാഫ് ആയിരിക്കും, ഒരു സെന്റൻസ് തന്നെ ആകാം. അതിന്റെ ഭാഗങ്ങള് ഷഫിൾ ചെയ്തിരും. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ലോജിക്കലി, ഗ്രാമാറ്റിക്കലി, കോണ്ടെക്സ്റ്റുവലി ശരിയായിട്ടുള്ള രീതിയിൽ ചിട്ടപ്പെടുത്തി അടുക്കി വെക്കുക. അതിന് തുല്യമായിട്ടുള്ള, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. യെസ്, അത് തന്നെയാണ് ഷഫ്ലിംഗ് ഓഫ് സെന്റൻസിന്റെ പാസേജ്. ക്ലോസ് ടെസ്റ്റ്, എല്ലാ ഷിഫ്റ്റിലും എന്തുണ്ടാവും? ഒരു ക്ലോസ് ടെസ്റ്റ് ഉണ്ടാവും. 5 ചോദ്യങ്ങളാണ് ഈ ക്ലോസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒരു പാസേജ് തരും, ആ പാസേജിന്റെ 5 ഇടങ്ങളിൽ ബ്ലാങ്ക് സ്പേസ് ആയിട്ട് അവർ ഒഴിച്ചുവിടും. നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ഓപ്ഷനും, ഓരോ ബ്ലാങ്ക് സ്പേസിനും 4 ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എടുത്ത് ഓരോ ബ്ലാങ്ക് സ്പേസും ഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആ പാസേജ് എന്താണെന്ന് മനസ്സിലാക്കണം. പലപ്പോഴും എന്നോട് ചില ആൾക്കാരെങ്കിലും വ്യക്തിപരമായിട്ട് ചോദിക്കാറുണ്ട്, സാറേ ക്ലോസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, നീ ആദ്യം എന്ത് ചെയ്യണം? നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കണം. അപ്പം ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുക, ഞാൻ ഇന്ന് ഒരു ഒരു ആർട്ടിക്കിൾ വായിക്കും. ഇപ്പൊ ആർട്ടിക്കിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ആയിക്കോട്ടെ, സ്റ്റോറി ആയിക്കോട്ടെ, ഒരു എസ്സേ ആയിക്കോട്ടെ, പത്രം ആയിക്കോട്ടെ, ഇംഗ്ലീഷിന്റെ ഒരു ഭാഗം ഞാനൊരു 20 മിനിറ്റ് എല്ലാ ദിവസവും വെച്ച് വായിക്കും. എന്തിനാ അങ്ങനെ വായിക്കുന്നേ? എന്നാലേ സെന്റൻസുകളുമായിട്ട് ഒരു പരിചയം ഉണ്ടാവുകയും. ക്ലോസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും വേഗത്തിൽ ആ പാസേജിന്റെ കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാക്കണം. കണ്ടന്റ് അതൊരു ഒരു സയൻസ് ജേർണൽ ആണോ, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരു ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ഈവന്റിനെ സംബന്ധിച്ച കാര്യമാണോ, അതിനനുസരിച്ച് വേണം ഓപ്ഷൻസ് തിരഞ്ഞെടുക്കും. ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോഴും അതിനെപ്പറ്റി ഒരു അറിവ് നമ്മളെ സഹായിക്കും. ഇപ്പൊ കോണ്ടെക്സ്റ്റ് ആദ്യം മനസ്സിലാക്കുക. 2, ഗ്രാമർ നിയമങ്ങളിൽ കൃത്യമായ അറിവുണ്ടാകണം. 3,
വൊക്കാബുലറി. അതായത് GD എക്സാമിന് വളരെ കോമൺ ആയിട്ട് അല്ലെങ്കിൽ വളരെ കോമൺ ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു സെറ്റ് ഓഫ് വൊക്കാബുലറി ഉണ്ട്. എല്ലാവരുടെയും ആക്റ്റീവ് വൊക്കാബുലറിയുടെ ഭാഗമായിട്ടിരിക്കുന്ന ചില അടിസ്ഥാനപരമായ വാക്കുകൾ അത് അറിഞ്ഞിരിക്കും. ഈ 3 കാര്യങ്ങളിൽ കൃത്യത ഉണ്ടെങ്കിൽ ഈ ക്ലോസ് ടെസ്റ്റ് വളരെ സുന്ദരമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. യെസ്. അപ്പൊ ഇനി ക്ലോസ് ടെസ്റ്റ് ചെയ്യുന്നതിന്റെ ടിപ്സ് നമ്മളിങ്ങനെ ചോദിച്ച് നടക്കണ്ട. അത് എന്താണ് പറയാ, നമ്മള് അതിനായിട്ടൊരു ടിപ്പില്ല, ക്ലോസ് ടെസ്റ്റിനായിട്ടൊരു ടിപ്പില്ല പ്രിയമുള്ളവരെ. അത് നമ്മള് ഇംഗ്ലീഷിന് വേണ്ടി എന്തെല്ലാം പഠിക്കുന്നുണ്ടോ അതിന്റെയൊക്കെ ഒരു കൾമിനേഷൻ ആണ് ഈ ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന്റെയൊക്കെ ഒരു ആകത്തുക. അത് പ്രോപ്പർ ആണെങ്കിൽ ക്ലോസ് ടെസ്റ്റും ചെയ്യാനാവും. അല്ലാതെ ക്ലോസ് ടെസ്റ്റിന് വേണ്ടി ഒരു ടിപ്പില്ല. കാരണം ഓരോ ഷിഫ്റ്റിലും ഓരോ ഭാഗങ്ങളല്ലേ, ഓരോ കോണ്ടെക്സ്റ്റ് അല്ലേ, ഓരോ പാസേജ് അല്ലേ. എങ്ങനെയാ അത് ഇങ്ങനെ ഇന്നതാന്ന് പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ പഠിക്കുന്നതിന്റെ ആകത്തുകയാണ് ഈ ക്ലോസ് ടെസ്റ്റിനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. യെസ്. ഇതാണ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഈ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രധാനമായിട്ടും 2 വിഭാഗങ്ങളിൽ നിന്നാണ് വരുന്നത്. ഗ്രാമർ പാർട്ട്, വൊക്കാബുലറി പാർട്ട്. ഗ്രാമർ പാർട്ടിൽ ഏത് മേഖലകളിൽ നിന്നാണ് ചോദ്യം വരിക എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. സെറ്റ് ഓഫ് റൂൾസ്, അതിൽ മേജർ റൂൾസ് ഉണ്ട്, അതുപോലെ മൈനർ റൂൾസ് ഉണ്ട്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കുക. ആ റൂൾസിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ ഈ ആഴ്ച ഗ്രാമറിലെ ഒരു നിയമം പഠിച്ചു, അടുത്ത ആഴ്ച അത് മാറ്റി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇറ്റ് ഈസ് കോൺസ്റ്റന്റ്. അത് വളരെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ഭാഗം വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പഠനത്തിലൂടെ പഠിച്ചാൽ അതെന്നും നിങ്ങളുടെ കൂടെ കാണും. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇംഗ്ലീഷ് ഇസ് ലൈക്ക് എ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ അതിലേക്ക് ഒരു തവണ ഇൻവെസ്റ്റ് ചെയ്താൽ ആ ഒരു അറിവ് നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ കാണും. Nobody is going to take that knowledge from you. Okay. അടുത്തത് വൊക്കാബുലറി ആണ്, പദശേഖരം എന്ന് പറയും. ഇതിൽ ചൊല്ലുകൾ വരുന്നുണ്ട്, ശൈലികൾ വരുന്നുണ്ട്, അതുപോലെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സും വരാറുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിക്കണം. കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുക, അതിലെ വേർഡ്സ് കണ്ടെത്തുക. അതുപോലെ ബ്ലാക്ക് ബുക്ക് പോലുള്ള വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒതന്റിക് ആയിട്ടുള്ള സോഴ്സസ് ഉണ്ട്. ബ്ലാക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഇതുവരെ SSCയിൽ എന്തൊക്കെ ചോദ്യങ്ങൾ വൊക്കാബുലറിയുമായിട്ട് ചോദിച്ചിട്ടുണ്ടോ അതിന്റെ ഒക്കെ ഒരു സമാഹാരമാണ് ബ്ലാക്ക് ബുക്ക് എന്ന് പറയുന്നത്. അപ്പൊ അത് വാങ്ങി പഠിക്കുന്ന കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ. ഒരു പേഴ്സണൽ കോപ്പി തന്നെ ബ്ലാക്ക് ബുക്കിന്റെ നിങ്ങൾ കരുതിക്കോളൂ. അതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ഈ ലൈബ്രറിയിലൊക്കെ പോയി എടുക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ അതൊരു പൊതുമുതലല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനകത്ത് കുത്തി കുറിച്ചിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അനോട്ടേറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അപ്പൊ പേഴ്സണൽ ആയിട്ട് ഒരു കോപ്പി ബ്ലാക്ക് ബുക്കിന്റെ ഉണ്ടെങ്കിൽ എത്രയോ നല്ലതാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എഴുതി വെക്കാം, എക്സ്ട്രാ നോട്ട്സ്, സ്റ്റിക്കി നോട്ട്സ് ആഡ് ചെയ്യാം, നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ പേഴ്സണലൈസ് ചെയ്യാം അല്ലേ. യെസ്. ഓക്കെ. ഇനി ഗ്രാമർ പാർട്ടിൽ എന്തൊക്കെ പഠിക്കണം അതാണ് നമ്മൾ ഇനി അടുത്തത് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഗ്രാമർ പാർട്ടില് ഏറ്റവും ബേസിക് ആയിട്ട് ഒരു കോമ്പറ്റേറ്റീവ് ഇംഗ്ലീഷ് ഉൾപ്പെട്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി അറിഞ്ഞിരിക്കേണ്ടത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. പാർട്സ് ഓഫ് സ്പീച്ചിനെ ഒരു ഓമന പേരിൽ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിന്റെ അടിത്തറ. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ അടിത്തറയാണ് പാർട്സ് ഓഫ് സ്പീച്ച്. ഒരു 8ഓളം ആൾക്കാർ അതിൽ വരുന്നുണ്ട്. പ്രധാനമായിട്ടും 7 ആൾക്കാരെയാണ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടത്. അതിൽ നൗൺസ് വരുന്നുണ്ട്, പ്രോനൗൺസ് വരുന്നുണ്ട്, വേർബ്സ് വരുന്നുണ്ട്, അഡ്ജക്റ്റീവ്സ് വരുന്നുണ്ട്, ആഡ്വേർബ്സ് വരുന്നുണ്ട്, പ്രിപ്പോസിഷൻസ് വരുന്നുണ്ട്, കൺജങ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കണം നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണാം. അപ്പൊ ഒരു പേനയും ഒരു പേപ്പറും എടുത്തിരുന്നോളൂ. നമ്മൾ വിശദമായിട്ട് എന്താണ് പഠിക്കേണ്ടത് എന്നതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഈ എറർ സ്പോട്ടിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സെന്റൻസ് കറക്ഷൻ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ഇതൊക്കെ എന്താണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച് ഇല്ലേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റൂൾസ് ഉണ്ട് കേട്ടോ, മേജർ മൈനർ റൂൾസ്. ആ റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പം ഈ എറർ സ്പോട്ടിങ് ചെയ്യാനും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ചെയ്യാനും നമ്മൾ എന്ത് പഠിക്കണം? പാർട്സ് ഓഫ് സ്പീച്ച് മനസ്സിലാക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള നിയമങ്ങളിൽ നല്ല ധാരണയുണ്ടാവണം. മനസ്സിലായോ? ഓക്കെ. ഇനി നമ്മൾ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചും അതെന്താണെന്ന് വളരെ ബ്രീഫായിട്ട് ഞാൻ സംസാരിക്കും. അതെന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ സബ് ടോപ്പിക്സ് ഉണ്ടെന്നും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം എന്നുള്ളത് വളരെ ബ്രീഫായിട്ട് മെൻഷൻ ചെയ്യാൻ പോവാണ്. സോ വി ബിഗിൻ വിത്ത് നൗൺസ്. നൗൺസ് എന്താണ്? നൗൺസ് എന്ന് പറഞ്ഞാൽ
ആൾക്കാരുടെയും വസ്തുക്കളുടെയും സ്ഥലങ്ങളുടെയും മൃഗങ്ങളുടെയും ഒക്കെ പേരുകളെയാണ് എന്ത് പറയാ, നൗൺ എന്ന് പറയാ. ഇപ്പൊ നമ്മൾ നൗണിൽ എന്താ പഠിക്കണ്ടേ? ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എത്ര തരത്തിലുള്ള നൗൺസ് ഉണ്ടെന്നാണ്. ഓരോ ടൈപ്പ് ഉണ്ട്. പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട്, കളക്റ്റീവ് നൗൺ ഉണ്ട്, അബ്സ്ട്രാക്ട് നൗൺ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു നോട്ട്ബുക്ക് എടുക്കുക, ടൈപ്സ് ഓഫ് നൗൺ എഴുതുക, ഓരോ ടൈപ്പും അതെന്താണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ ആ ടൈപ്പിലുള്ള ഒരു നൗൺ ഒരു സെന്റൻസിന്റെ ഭാഗമാകുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ, അതിന്റെ കൂടെ വരുമ്പോൾ വെർബ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അതുപോലെ പ്ലൂരൽ ഫോംസ് പഠിക്കണം. ഇപ്പം എത്ര പേർക്കറിയാം ഡാറ്റ എന്ന് പറഞ്ഞ വാക്ക് പ്ലൂരൽ ആണെന്ന്? വളരെ കുറച്ച് മാത്രമേ അറിയത്തുള്ളൂ അല്ലേ. നമ്മുടെ വിചാരം ഇപ്പോഴും ഡാറ്റ സിംഗുലർ ആണ്, അതിന്റെ പ്ലൂരൽ ഡാറ്റാസ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഡാറ്റും എന്ന വാക്കാണ് അതിന്റെ സിംഗുലർ ഫോം, ഡാറ്റ അതിന്റെ പ്ലൂരൽ ആണ് കേട്ടോ, മറക്കരുതേ. അതുപോലെ മീഡിയം, മീഡിയ, ഇതുപോലെ ഒരുപാട് വാക്കുകളുണ്ട്. മാനിന്റെ പ്ലൂരൽ ആണ് മെന്ന്, വുമൺ, വിമിൻ, ലൈസ് അല്ല ലൗസ്, ലൈസ്, മൗസ്, മൈസ്, അങ്ങനെ സിംഗുലറും പ്ലൂരലും കൃത്യമായിട്ട് പഠിക്കാൻ. എന്തിനാ അത് പഠിക്കുന്നേ? അതിനനുസരിച്ച് വേണം നമ്മൾ വേർബ് ചൂസ് ചെയ്യാൻ. ഓക്കെ. അതേപോലെ കൗണ്ടബിൾ, അൺകൗണ്ടബിൾ നൗൺസ്. കൗണ്ടബിൾ നൗൺസിന്റെ പ്രത്യേകതകൾ എഴുതി വെക്കുക. അൺകൗണ്ടബിൾ നൗൺസ് എന്തൊക്കെയാ പ്രത്യേകതകള്? സിംഗുലർ ആണ്, പ്ലൂരൽ ഫോം ഇല്ല, പിന്നെന്താണ്, ആർട്ടിക്കിൾ ആയിട്ടുള്ള എയും മാനും അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കത്തില്ല. ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. അതുപോലെ കോമ്പൗണ്ട് നൗൺസ്, സോളിഡ് കോമ്പൗണ്ട് നൗൺസ് ഉണ്ട്, പ്രിപ്പോസിഷണൽ കോമ്പൗണ്ട് നൗൺ ഉണ്ട്. അപ്പൊ ഒരു കോമ്പൗണ്ട് നൗൺ വരുമ്പോ അതിന്റെ പൊസസീവ് ഫോം എന്താണ്, അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ. പൊസസീവ് നൗൺസ്, അതുപോലെ ജെൻഡർ ഓഫ് നൗൺസ്, കോമൺ ജെൻഡർ നൗൺ ഉണ്ട്. കോമൺ ജെൻഡർ നൗൺ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോ അതിന്റെ പ്രോ നൗൺ എങ്ങനെയായിരിക്കണം? യെസ്. അതുപോലെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് സബ്ജക്റ്റ് ഒബ്ജക്റ്റിലൊക്കെ നൗൺസ് വരുമ്പോൾ വരുന്ന മാറ്റങ്ങള്, നൗൺ പ്ലസ് നൗൺ കോമ്പിനേഷൻ, അതുപോലെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് വിത്ത് നൗൺസ്. എപ്പോഴും പ്ലൂരൽ ആയിട്ടിരിക്കുന്ന ചില നാമങ്ങളുണ്ട്, അതുപോലെ എപ്പോഴും സിംഗുലർ ആയിട്ടിരിക്കുന്ന നാമങ്ങളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് വെർബിന്റെ പാറ്റേൺ നമ്മൾ മാറ്റണം. അതുപോലെ ചില നാമങ്ങളുടെ കൂടെ ആർട്ടിക്കിൾ ഉപയോഗിക്കില്ല, എന്നാൽ ചിലതിന്റെ കൂടെ ഉപയോഗിക്കും. അതേതാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, യെസ്. അടുത്തത് നൗണുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പ്രോനൗൺ എന്ന് പറയുന്നത്. മലയാളത്തിൽ സർവനാമം എന്ന് പറയും. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, നാമത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രോനൗൺ എന്ന് പറയുന്നത്. നമ്മള് ഈ ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയാറില്ലേ, ദേ എന്നൊക്കെ, അതിനെയാണ് പ്രോനൗൺസ് എന്ന് പറയുന്നത്. എന്തിനത് ഉപയോഗിക്കുന്ന? നാമങ്ങൾക്ക് പകരം. യെസ്. ഇതിന്റെ കേസിലും നൗണിന്റെ കേസിലും പറഞ്ഞ പോലെ തന്നെ ടൈപ്സ് പഠിക്കുക. പേഴ്സണൽ പ്രോനൗൺസ് ഉണ്ട്, അതായത് നമ്മുടെ ഹി, ഷീ, ഇറ്റ് എന്നൊക്കെ പറയുന്നത്, ദേ എന്നൊക്കെ പറയുന്നത്. ഇനി അതിന്റെ പൊസസീവ് ഫോം ഉണ്ട്, റിഫ്ലക്സീവ് പ്രോനൗൺ ഉണ്ട്, ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ ഉണ്ട്, റിലേറ്റീവ് പ്രോനൗൺ ഉണ്ട്, ഇൻഡെഫിനിറ്റ് പ്രോനൗൺ ഉണ്ട്. അപ്പൊ ഈ ഓരോ പ്രോനൗണിനും അതിൻ്റെതായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഓരോന്ന് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നത്, പിന്നെ അതിന്റെ കൂടെ വരുന്ന വെർബിന്റെ സ്വഭാവം എന്താണ്, അത് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ, ഇനി അതിന്റെ ഉടമസ്ഥത കാണിക്കുന്ന പൊസസീവ് ഫോം എന്താണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ നമ്മള് ഏത് നൗണിന്റെ ബദലായിട്ടാണോ പ്രോനൗൺ യൂസ് ചെയ്യുന്നത്, ആ പ്രോനൗണും നൗണും ഒരുപോലാണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പം പുരുഷന്മാർക്കാണ് ഹി ഉപയോഗിക്കുക, പുരുഷ നാമങ്ങൾക്കാണ് ഹി ഉപയോഗിക്കുക, സ്ത്രീ നാമങ്ങൾക്കാണ് ഷീ ഉപയോഗിക്കുക. ഇനി വസ്തുക്കൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഇറ്റ് എന്ന് പറഞ്ഞ പ്രോനൗൺ ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അല്ലാണ്ട് ഒരു സ്ത്രീ നാമത്തിന് ഇറ്റെന്നോ അല്ലെങ്കിൽ ഒരു പുരുഷന് ദേ എന്നോ പറയരുത്, അത് തെറ്റാണ്. അപ്പൊ അതിന്റെ കൃത്യമായിട്ട് അതുപോലെ പ്രോനൗൺ വെർബ് എഗ്രിമെന്റ്, ഇന്ന പ്രോനൗൺ ഉപയോഗിക്കുമ്പോൾ വെർബ് സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഉദാഹരണം ഹി, ഷീ, ഇറ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ പ്രോനൗൺസ് ആണ്. ഈ തേർഡ് പേഴ്സൺ സിംഗുലർ പ്രോനൗൺസിന്റെ കൂടെ സിംഗുലർ വെർബ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതേപോലെ ദേയുടെ കൂടെ പ്ലൂരൽ വെർബ് യൂസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ എന്ത് കഴിഞ്ഞ്? പ്രോനൗണും കഴിഞ്ഞു. കണ്ടോ എത്ര വേഗ കാര്യങ്ങൾ പോകുന്നത്. നൗണ് കഴിഞ്ഞു, പ്രോനൗണ് കഴിഞ്ഞു. അടുത്തത് അഡ്ജക്റ്റീവ് ആണ്, വിശേഷണങ്ങൾ എന്ന് പറയും. എന്താണ് വിശേഷണങ്ങൾ? നമുക്കൊക്കെ ഒരുപാട് വിശേഷണങ്ങളില്ലേ, നമ്മൾ പലപ്പോഴും മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കാറുണ്ട് അല്ലെ. ബ്യൂട്ടിഫുൾ, ഹാൻസം, ടോൾ,
ഓൾഡ്, മോഡേൺ, ഇതൊക്കെ എന്താണ്? ഓരോരോ വിശേഷണങ്ങളാണ്. ഇവിടെയും ഈ വിശേഷണങ്ങളുടെ ടൈപ്സ് നമ്മൾ പഠിക്കണം. പിന്നെന്താണെന്നറിയോ, ഈ അഡ്ജക്റ്റീവുമായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ഈ അഡ്ജക്റ്റീവിന് ഓരോ ഡിഗ്രി ഉണ്ട്. ഓരോ അഡ്ജക്റ്റീവിനും 3 ഡിഗ്രീസ് അഥവാ 3 ഫോംസ് ഉണ്ട്. അതിനെ നമ്മൾ പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്ന് വിളിക്കും. അതിന്റെ 3ന്റെ പ്രത്യേകതകൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. കമ്പാരിറ്റീവ് എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തിനാ സൂപ്പർലേറ്റീവ് ഉപയോഗിക്കുന്നത്? എങ്ങനെ ഒരു അഡ്ജക്റ്റീവിന്റെ കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് ഫോംസ് യഥാക്രമം ഉണ്ടാക്കാം, ഇത് കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അതേപോലെ ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ് പഠിക്കണം. ഇപ്പൊ ഒരു സെന്റൻസ് തന്നെ ഒരുപാട് അഡ്ജക്റ്റീവ്സ് കാണും ചിലപ്പം. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ എഴുതി വെക്കാൻ പറ്റുമോ? ഇല്ല. അതിനൊരു നിയമമുണ്ട്. അതാണ് ഓർഡർ ഓഫ് അഡ്ജക്റ്റീവ്സ്. അത് വളരെ ബ്രീഫായിട്ട് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ക്വാണ്ടിറ്റി, പിന്നെ ക്വാളിറ്റി, പിന്നെ സൈസ്, ഏജ്, ഷേപ്പ്, കളർ, ഒറിജിൻ, മെറ്റീരിയൽ. ഈ ഓർഡറിലായിരിക്കണം അഡ്ജക്റ്റീവ്സ് നേരത്തെ വെക്കണം. ആദ്യം എന്ത് വെക്കണം? അളവിനെ സൂചിപ്പിക്കുന്നത് വെക്കുക, പിന്നെ ക്വാളിറ്റിയെ സൂചിപ്പിക്കുന്നത് വെക്കുക, പിന്നെ സൈസിനെ സൂചിപ്പിക്കുന്നത്, അങ്ങനെ ഏജിനെ സൂചിപ്പിക്കുന്നത്, ഷേപ്പ്, കളർ. ആ ഓർഡറിലായിരിക്കണം നമ്മൾ അഡ്ജക്റ്റീവ്സിനെ ചേർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. അതേപോലെ ചില അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ടു, ഇനഫ്, സോ, ദാറ്റ്, സച്ച്, ഇതുപോലുള്ള അഡ്ജക്റ്റീവ്സ് ഉണ്ട്. ആ അഡ്ജക്റ്റീവ്സ് ആരുടെ ഒക്കെ കൂടെയാണ് ഉപയോഗിക്കുന്നതെന്ന് കൃത്യമായിട്ട് ഇപ്പം ഈ സോ അല്ലെങ്കിൽ സച്ച്, ഇതൊക്കെ ആരുടെ കൂടെയാണ് ഉപയോഗിക്കുന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. യെസ്. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് വേർബ്സ് എന്ന് പറയുന്നത്. ക്രിയകൾ. ക്രിയകൾ. ആ ക്രിയകൾ ഒരുപാട് തരമുണ്ട്. ആക്ഷൻ വെർബ് ഉണ്ട്, അതിന്റെ പ്രത്യേകത പഠിക്കുക. നമ്മൾ V1, V2, V3 ആക്കാൻ പറ്റുന്ന വെർബുകളില്ലേ, അതിനാണ് ആക്ഷൻ വേർബ്സ് എന്ന് പറയാം. ലിങ്കിങ് വേർബ്സ് ഉണ്ട്, സ്റ്റാറ്റീവ് വേർബ്സ് ഉണ്ട്. സ്റ്റാറ്റീവ് വേർബ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആ സ്റ്റാറ്റീവ് വേർബ്സിനെ ing ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല. There is no ing form. It doesn't have a ing form. അതാണ് സ്റ്റാറ്റീവ് വേർബ്. നമ്മുടെ ചിന്തയുമായിട്ട് ബന്ധപ്പെട്ട വെർബുകളിൽ ആ വെർബുകളെയാണ് സ്റ്റാറ്റീവ് വേർബ്സ് എന്ന് പറയാം. അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടും. ആ സ്റ്റാറ്റീവ് വേർബ്സിന്റെ ലിസ്റ്റ് പഠിച്ചു വെക്കുക. അത് എന്തുകൊണ്ട് പഠിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് ing ഫോം ഇല്ല. ആ രീതി ചോദ്യങ്ങൾ വരാം. അതേപോലെ റെഗുലർ ആൻഡ് ഇറഗുലർ. ഇഡി ചേർത്താല് V1, V2, V3 കിട്ടുന്ന, അല്ലെങ്കിൽ ഇഡി ചേർക്കാതെ ഡിഫറെന്റ് ഫോംസ് V1, V2, V3 വരുന്ന വേർബ്സ് ഉണ്ട്. അതിനെ ഇറഗുലർ വേർബ്സ് എന്ന് വിളിക്കുക. അത് കാണാതെ പഠിക്കണം. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് ടെൻസ് കിട്ടത്തുള്ളൂ. അതേപോലെ റിപ്പോർട്ടഡ് സ്പീച്ച്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഈ പറഞ്ഞ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ചെയ്യണമെങ്കിൽ ഇറഗുലർ വേർബ്സ് അത് പഠിക്കണം. ഇന്ന് തന്നെ ഗൂഗിളിൽ പോയിട്ട് അതിന്റെ ഒരു ലിസ്റ്റ്, അതിന്റെ PDF കിട്ടുമല്ലോ. PDF ഡൗൺലോഡ് ചെയ്ത് പഠിച്ച് ഇന്ന് പഠിക്കാൻ തുടങ്ങിയ 1 മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പൊ നോക്കി, അത്രയും വെർബുകളുടെ V1, V2, V3 അറിയാവുന്ന ഒരാള് അഭിമാനിച്ചൂടെ? അഭിമാനിച്ചൂടെ? യെസ്. അതുപോലെ ഓക്സിലറി വേർബ്സ്, സഹായക ക്രിയകളുടെ പ്രത്യേകതകൾ നമ്മൾ പഠിക്കണം കേട്ടോ. പിന്നെ ഈ സാധനമില്ലേ, നോൺ ഫൈനൈറ്റ് വേർബ്സ്, ഇൻഫിനിറ്റീവ്സ്, ജെറൻഡ്സ്, പാർട്ടിസിപ്പിൾസ്, ഇതിന്റെ യൂസസ് പഠിക്കുക, സ്ട്രക്ചർ പഠിക്കുക, സിംഗുലർ ആണോ പ്ലൂരൽ ആണോ എന്ന് നോക്കുക. എന്താണ് ഇൻഫിനിറ്റീവ്, ജെറൻഡ്, പാർട്ടിസിപ്പിൾസ്? ഇത് എഴുതിയെടുത്തിട്ട് ഇഷ്ടംപോലെ വെബ്സൈറ്റ്സ് ഉണ്ടെന്ന് കൃത്യമായിട്ട് പഠിക്കാം നമുക്ക്. ഓക്കെ. അടുത്തത് ആഡ്വേർബ്സ് ആണ്. ക്രിയാവിശേഷണം എന്ന് പറയും. ഇതെല്ലാം ഒറ്റ വാക്കിൽ ഒരു സ്ട്രെച്ചിൽ പറഞ്ഞു പോകുന്ന കേട്ടോ. ഇത് വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ ഇരുന്ന് പഠിക്കണമെങ്കിൽ ഈ ഒരു കോഴ്സ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യും കേട്ടോ. ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ഏത് ലെവലും ആയിക്കോട്ടെ, ഇന്റർമീഡിയറ്റ് ആയിക്കോട്ടെ, ബിഗിനർ ആയിക്കോട്ടെ, അഡ്വാൻസ്ഡ് ആയിക്കോട്ടെ, ഏത് ലെവലിൽ നിന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. അപ്പൊ എൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് വേണമെങ്കിൽ ഈ ഒരു കോഴ്സിലായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് ഈ സിലബസ് ഓറിയന്റഡ് ആയിട്ട് സംസാരിക്കുന്നത് കേട്ടോ. യെസ്. അപ്പൊ ഈ കോഴ്സ് നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. യെസ്. ക്രിയാവിശേഷണം എന്ന് പറയും. അതിന്റെയും ടൈപ്പ് പഠിക്കണമെന്നേ. ഒരു 5 ടൈപ്പ് ഉണ്ട് കേട്ടോ ഈ ക്രിയാവിശേഷണത്തിന്. ഓരോ ടൈപ്പിനും കൃത്യമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. യെസ്. ഓക്കെ. അതുപോലെ നമ്മൾ പഠിക്കേണ്ടത്, പലപ്പോഴും വളരെ പ്രോ ആയിട്ടുള്ള ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്ക് ആണ്, ചിലർ എന്ത് ചെയ്യുമെന്നറിയോ, അത്യാവശ്യ നിയമങ്ങളൊക്കെ അറിയാം, പക്ഷേ
എവിടെ ഒരു അബദ്ധം കാണിക്കുന്നു ചോദിച്ചാല് ഈ ആഡ്വേർബും അഡ്ജക്റ്റീവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവില്ല. അഡ്ജക്റ്റീവിനെ ആഡ്വേർബ് ആയിട്ടും കരുതും, ആഡ്വേർബിനെ അഡ്ജക്റ്റീവ് ആയിട്ടും കരുതും. അത് പഠിക്കാൻ കുറച്ച് സൂത്രമുണ്ട്. എൽവൈയിൽ അവസാനിക്കുന്നത് ആഡ്വേർബ് ആയിരിക്കും, അതല്ലാത്തത് അഡ്ജക്റ്റീവ് ആയിരിക്കും. അതൊരു ചെറിയ സൂത്രമുണ്ട്. മറ്റു കാര്യങ്ങളുണ്ട്, വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആഡ്വേർബ്സ് ഉണ്ട്. ഹാർഡും ഹാർഡ്ലി തമ്മിലുള്ള വ്യത്യാസം. ഹാർഡ് പോസിറ്റീവ് മീനിങ് ആണ്, ഹാർഡ്ലി നെഗറ്റീവ് മീനിങ് ആണ്. ലേറ്റ്, ലേറ്റ്ലി. ലേറ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റ് ആവുക എന്നാണ്, ലേറ്റ്ലി എന്ന് പറഞ്ഞാൽ റീസെന്റ്ലി എന്നാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ആഡ്വേർബ്സ് ഉണ്ട്. വളരെ രസമാണ് ഇത് പഠിക്കാൻ. നമ്മൾ ഇതിനകത്തേക്ക് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞത് ഇതിനേക്കാൾ രസമുള്ള ഒരു പരിപാടി വേറെ ഇല്ലെന്ന്. നമുക്കിപ്പോ ഒരു പാർഷ്യൽ ആയിട്ടുള്ള അറിവുള്ളത് കൊണ്ടാണ് അയ്യോ ഇത് ഞാൻ പഠിച്ച സെറ്റ് ആവുമോ അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത്. വൺസ് നമ്മൾ ഈ റൂൾസ് ഒക്കെ മാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. മോക്കിലെ നിങ്ങളുടെ മാർക്ക് കുറയില്ല. അങ്ങനെ ചിലപ്പോൾ 20 താഴെ ഒക്കെ ഉണ്ടാവും നിങ്ങളുടെ അവസ്ഥ. ഓട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഈ റൂൾസ് മാസ്റ്റർ ചെയ്താല് പിന്നെ നിങ്ങൾ ഒരിക്കലും 30നോ 20നോ താഴെ പോകത്തില്ല. ഐ ഗിവ് യു മൈ വേർഡ്. വാക്ക് തരികയാണ്. നിങ്ങൾ പഠിച്ചാല് നിങ്ങളുടെ സ്കോർ താഴേക്ക് പോവില്ല. അതോടൊപ്പം തന്നെ വൊക്കാബുലറി സൈഡിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും. സുന്ദരമായിട്ട് പുഷ്പം പോലെ ഇംഗ്ലീഷിൽ മാർക്ക് വാങ്ങാൻ സാധിക്കും. ഓക്കെ. പ്രിപ്പോസിഷൻസ് കുഞ്ഞു കുഞ്ഞു വാക്കുകളാണ്. ഇന്ന്, അറ്റ്, ഓണ്, ഫോറ്, വിത്ത്, ഇങ്ങനെയുള്ള വാക്കുകളിൽ ഇതിനെയാണ് പ്രിപ്പോസിഷൻസ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുക. ഓക്കെ. ആ പ്രിപ്പോസിഷൻസ് എന്റെ സമയത്തെ സൂചിപ്പിക്കുന്നതുണ്ട്, സ്ഥലത്തെ സൂചിപ്പിക്കുന്നതുണ്ട്, ദിശയെ സൂചിപ്പിക്കുന്നതുണ്ട്. ഓരോന്നും എവിടെ വെക്കും, സമയത്തിന് എന്തൊക്കെ ഉപയോഗിക്കാം, അല്ലെ സ്ഥലത്തിന് എന്തൊക്കെ ഉപയോഗിക്കാം, അത് കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ ഫിക്സ്ഡ് പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞ ഒരു ഭാഗം ഉണ്ടടാ. അതായത് ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ, സംഗതി ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് എന്ന് വെച്ചാല് ചില വാക്കുകളില്ലേ, ആ ചില വാക്കുകളുടെ കൂടെ ചില പ്രത്യേക പ്രിപ്പോസിഷൻസ് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ. അതിനെയാണ് ഫിക്സ്ഡ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. അത് കാണാതെ പഠിക്കാൻ ഒരു സൂത്രവാക്യമേ ഉള്ളൂ. ആത്മാർത്ഥമായിട്ട് അങ്ങനെ പഠിക്കുക, അത്രയേ ഉള്ളൂ സൂത്രവാക്യം. അതല്ലാതെ സൂത്രവാക്യം ഒന്നുമില്ല, അത് കാണാതെ പഠിക്കാൻ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല കേട്ടോ. യെസ്. അതേപോലെ ചില പ്രിപ്പോസിഷണൽ ഫ്രേസസ് ഉണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ്, ഓൺ ബിഹാഫ് ഓഫ്, അക്കോർഡിംഗ് ടു. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പലതും, ചിലത് നമുക്ക് അറിയില്ല, അറിയാത്തത് പഠിക്കണം. ഓക്കെ. കൺജങ്ഷൻസ്, കൺജങ്ഷൻസ് ബന്ധിപ്പിക്കുന്ന വാക്കുകൾ, സെന്റൻസുകൾ തമ്മിൽ കൂട്ടിച്ചേർക്കാറില്ലേ? നമ്മൾ ഈ പ്ലംബർമാരൊക്കെ പൈപ്പ് കൂട്ടി ഇണക്കുമ്പോ പശ തേക്കാറില്ലേ? അതേപോലെ ഇംഗ്ലീഷിൽ സെന്റൻസ് ബന്ധിപ്പിക്കുമ്പോൾ തേക്കുന്ന പശയാണ് കൺജങ്ഷൻസ്. നമ്മൾ ലിങ്കിങ് വേർഡ്സ് എന്ന് വിളിക്കും. അത് 3 തരത്തിലുണ്ട്. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട്, അതിനകത്ത് ഒരു 7 ആൾക്കാരുണ്ട്. കൊറലേറ്റീവ് കൺജങ്ഷൻസ് ഉണ്ട്, അതിലൊരു 5 ആൾക്കാരുണ്ട്. പിന്നെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉണ്ട്, അതിന് ഒരുപാട് ആൾക്കാരുണ്ട്, വലിയൊരു കൂട്ടുകുടുംബമാണ്. ആ ഓരോ ആൾക്കാരുടെയും പ്രത്യേകതകള്, അതെവിടെയൊക്കെ ഉപയോഗിക്കാം, ആരുടെ കൂടെ ഒക്കെ ഉപയോഗിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങള് കൃത്യമായിട്ട് പഠിക്കുക. യെസ്. അതേപോലെ തന്നെ ചിലരെങ്കിലും ഈ നമ്മള് ഇപ്പൊ 2 പൈപ്പിനെ ബന്ധിപ്പിക്കാൻ ഒരു ചുറ്റു റോള് പോരെ. ചിലര് ഈ കൺജങ്ഷൻ ഉപയോഗിക്കുമ്പോ 2 കൺജങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യും. ഒരിക്കലും ഒരു സെന്റൻസ് 2 കൺജങ്ഷൻസ് യൂസ് ചെയ്യരുത്. അങ്ങനെയുള്ള കോമൺ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ, ഈ കൺജങ്ഷൻസുമായിട്ട് വരുത്തുന്ന മിസ്റ്റേക്സ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ച് അത് വരുത്താതിരിക്കാനുള്ള പോംവഴി നമ്മൾ കണ്ടെത്തണം. അതിനെന്ത് വേണം? വി ഹാവ് ടു ബി അവെയർ ഓഫ് ദ റൂൾസ് റിഗാർഡിംഗ് ദ യൂസ് ഓഫ് കൺജങ്ഷൻസ്. ഓക്കെ. യെസ്. അതോടുകൂടി നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഇംഗ്ലീഷിന്റെ അടിത്തറ. ഇത്രോ റൂൾസ് പഠിച്ച് വെൽ വേഴ്സ്ഡ് ആയാല് 60% കഴിഞ്ഞു. പിന്നെ ഇത് പഠിച്ചവന് പിന്നീട് അങ്ങോട്ടുള്ള ടോപ്പിക്കുകൾ വലിയൊരു ബാലികേറ മലയൊന്നും അല്ല, വളരെ എളുപ്പമാണ്. സോ യു ഷുഡ് സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ്. അടിസ്ഥാനങ്ങളിൽ നിന്ന് തുടങ്ങൂ, എന്നിട്ട് അതിന്മേൽ നിങ്ങളുടെ കൊട്ടാരം പണിയൂ. ആദ്യേ ചൂടുള്ള ചോറ് ആദ്യം നടുക്കിട്ട് കൈയിട്ട് വാരരുത്, അരികേന്ന് പതിയെ തിന്നുക. അപ്പോഴേക്കും നടുവിലുള്ള ചൂട് കുറയും, സുഭിക്ഷമായിട്ട് നിങ്ങൾക്ക് ഭക്ഷിക്കുക. അതുപോലെ തന്നെയാണ് പഠനവും. യെസ്. അടുത്തത് GD എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. എന്താണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്നുള്ളത്?
എനിക്ക് തോന്നുന്നു, ഞാൻ വളരെ ആത്മാർത്ഥതയോടെ പറയുകയാണെങ്കിൽ ഇത് പഠിച്ചാൽ നമ്മുടെ പകുതി പ്രശ്നവും തീർന്നു. ഞാൻ ഈ കഴിഞ്ഞ ഷിഫ്റ്റുകളിൽ വന്ന ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ അനലൈസ് ചെയ്യായിരുന്നു. ഒരു 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 കൃത്യമായിട്ട് പറയേണ്ട ഒരു 30% ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എന്താണ് ആ നിയമം? അതിന്റെ ബേസിക് റൂൾ ഇത്രയേ ഉള്ളൂ: സബ്ജക്റ്റ് സിംഗുലർ ആയ വെർബും സിംഗുലർ ആവണം, സബ്ജക്റ്റ് പ്ലൂരൽ ആയാൽ വെർബും പ്ലൂരൽ ആവണം. എന്തൊക്കെ കഥ അല്ലേ? വെർബിന് എങ്ങനെയാ സിംഗുലറും പ്ലൂരലും ആക്കുക? വളരെ എളുപ്പമാണ്. വെർബിന്റെ ബേസ് ഫോമിലിടാം V1. ആ V1നോട് എസ് അല്ലെങ്കിൽ ES ചേർത്താല് ഈ V1 പ്ലസ് ES ഓർ എസ് സമം വെർബിന്റെ സിംഗുലർ ഫോം. ഇനി വിത്തൗട്ട് ES ഓർ എസ് ആണെങ്കിൽ വെർബിന്റെ പ്ലൂരൽ ഫോം. അങ്ങനെയാണ് ക്രിയയെ സിംഗുലറും പ്ലൂരലും ആക്കുക എന്ന് മനസ്സിലാക്കുക. അപ്പൊ സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ അതുകൊണ്ടാണ് ദ ക്യാറ്റ് റൺസ്. ക്യാറ്റ് സിംഗുലർ അല്ലേ? റൺസ് സിംഗുലർ വെർബ് കൊടുത്തു. മറന്നു പോകരുത്. ഏറ്റവും ആദ്യത്തെ ക്ലാസ് മുതൽ അവസാനത്തെ ക്ലാസ് വരെ നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട ഒരു നിയമമാണ് ഈ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഇവിടെ ക്യാറ്റ്സ് ആണ്, പ്ലൂരൽ, പൂച്ചകളാണ്, ഒന്നിൽ കൂടുതലുണ്ട്. അപ്പം ക്രിയയുടെ കൂടെ എസും ഇഎസും വേണ്ട, പ്ലൂരൽ ഫോം മതി, V1 മാത്രം മതി. പ്ലൂരൽ സമം പ്ലൂരൽ, സിംഗുലർ സമം സിംഗുലർ, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് നോൺ ആസ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എറർ സ്പോട്ടിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, സെന്റൻസ് ഇംപ്രൂവ്മെന്റ്, ഈ 3 ടൈപ്പിലെയും പ്രധാനപ്പെട്ട കക്ഷി എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ്. മനസ്സിലായോ? മനസ്സിലായോ? യെസ്, യെസ്, ഓക്കെ. Then we move on to the very important topic, that is tenses. ടെൻസുകൾ. ഗ്രാമറുകളുടെ രാജാവ് എന്നാണ് ഈ ടെൻസിനെ വിളിക്കുക. കാരണം എന്താ? കൃത്യതയോടെ സംസാരിക്കണമെങ്കിലും എഴുതണമെങ്കിലും ഈ ടെൻസ് കാലങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധം ഉണ്ടാവണം. കാലങ്ങളെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്: പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം. ഈ ഓരോ കാലത്തെയും 4ആയിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്തു. സിമ്പിൾ എന്നും കണ്ടിന്യൂസ് എന്നും പെർഫെക്റ്റ് എന്നും പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നും ഓരോ കാലങ്ങളെയും 4ആയിട്ട് വിഭജിക്കുന്നു. അങ്ങനെ 12 ടെൻസുകളാണ് എക്സാമിന്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. 12 ടെൻസുകൾ. ഈ 12 ടെൻസുകളുടെയും സ്ട്രക്ചർ കൃത്യമായിട്ട് പഠിക്കുക. ഇന്നത് ചേർത്ത് വെച്ചാൽ സിമ്പിൾ പ്രസന്റ്, ഇന്നത് ചേർത്ത് വെച്ചാൽ പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കിട്ടണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ വേണം. സബ്ജക്ട്, ഉദാഹരണം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിപ്പോ സിമ്പിൾ പ്രസന്റിലുള്ള ഒരു ടെൻസിലുള്ള ഒരു സെന്റൻസ് വേണം. എന്താ ചെയ്യണ്ടേ? സബ്ജക്ട് പ്ലസ് V1 ചേർത്ത് വെക്കുക. കിട്ടി. സബ്ജക്ട് പ്ലസ് V1 ചേർത്താൽ മതി തന്നെ സിമ്പിൾ പ്രസന്റിലുള്ള ഒരു സെന്റൻസ് കിട്ടി. ഇതേപോലെ 12 എണ്ണത്തിനും സ്ട്രക്ചേഴ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക. എക്സാമിന് ഈ സ്ട്രക്ചർ തെറ്റിച്ചിട്ടായിരിക്കും തരിക. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്ട്രക്ചർ പഠിച്ചവരായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിമിഷ നേരം കൊണ്ട് നമുക്കത് ഉത്തരം കിട്ടും. ഓക്കെ, നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കാം കേട്ടോ. അവസാനത്തെ ഒരു 10 മിനിറ്റ് നമുക്ക് സംശയ നിവാരണത്തിനായിട്ട് മാറ്റിവെക്കാം. ആരും പോകരുത്, ലൈവിൽ തന്നെ നിൽക്കുക. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. യെസ്, ഓക്കെ. അപ്പൊ അതിന്റെ കൂടെ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് പറയുന്നത്. നേരായിട്ട് പറയുന്നതും ആ സെയിം കാര്യത്തെ തലതിരിച്ച് പറയുന്നതും. രസമല്ലേ? നേരായിട്ട് പറയുന്നതും തലതിരിച്ച് പറയുന്നതും. എന്ന് നോക്കിക്കേടാ, ദ ക്യാറ്റ് എയ്റ്റ് ദ ഫിഷ്. പൂച്ച മീനിനെ തിന്നു. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. എന്തുകൊണ്ടാണ് അത് ആക്റ്റീവ് വോയിസ് ആയി മാറുന്നത്? കാരണം നമുക്ക് പറയാനുള്ള കാര്യം ഡയറക്റ്റ് ആയിട്ട് പറയാണ്. ഒരു പൂച്ച ഒരു മീനിനെ തിന്നു. വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. പൂച്ച ഒരു മീനിനെ തിന്നു. ദാറ്റ്സ് ഇറ്റ്. മനോഹരമായിട്ടൊരു ചിത്രമൊക്കെ കാണാം അല്ലേ? ഒരു പൂച്ച മീൻ കടിച്ചു പിടിച്ചുകൊണ്ട് ഓടുന്നത്. യെസ്. ഇനി ഈ സെയിം കാര്യത്തെ, ഞാൻ നേരായിട്ട് പറഞ്ഞ കാര്യത്തെ പാസീവില് പറയുമ്പോ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്നറിയോ? മലയാളത്തിൽ പറഞ്ഞാൽ പൂച്ച ഒരു മീൻ കഴിച്ചു. പാസീവില് പറയുമ്പോ എന്താവുന്നറിയോ? ഒരു മീന് പൂച്ചയാൽ കഴിക്കപ്പെട്ടു. എന്താ വ്യത്യാസം വന്നേ? ഒരു മീന് പൂച്ചയാൽ കഴിക്കപ്പെട്ടു.
ആക്റ്റീവില് പറഞ്ഞപ്പോ പൂച്ചയ്ക്കാണ് പ്രാധാന്യമെങ്കിൽ പാസീവില് പറഞ്ഞപ്പോ ആർക്കാ പ്രാധാന്യം? മീനിനാ പ്രാധാന്യം. മീന് പൂച്ചയാൽ ഭക്ഷിക്കപ്പെട്ടു എന്നാ പറയുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. പാസീവ് ഉണ്ടാക്കണമെങ്കിൽ ഒബ്ജക്റ്റ് എടുത്തെഴുതുക സെന്റൻസിന്റെ, പ്ലസ് ഓക്സിലറി വെർബ് വേണം, AV എന്ന് കൊടുക്കാം കേട്ടോ. പിന്നെ പാസീവിൽ എപ്പോഴും ഉപയോഗിക്കുന്നത് ക്രിയയുടെ മൂന്നാമത്തെ രൂപമാണ് V3. പിന്നെ by എന്നത് പ്രിപ്പോസിഷൻ വേണം. പിന്നെ ആരാണോ ചെയ്തത് അയാളുടെ പേര് ബൈക്ക് ശേഷം എഴുതുക. ഈ സ്ട്രക്ചർ ഫോളോ ചെയ്താല് പാസീവ് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും. ഓഫ്ലൈൻ ബാച്ചസ് ഉണ്ട് കേട്ടോ. ഓഫ്ലൈൻ ബാച്ചസ് നമ്മുടെ എല്ലാ ഓഫ്ലൈൻ അക്കാഡമികളിലും ഉടനെ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഓൺലൈൻ കോഴ്സാണ് നമ്മൾ ആരംഭിച്ചിട്ടുള്ളത് ഇപ്പോൾ. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഏറ്റവും ആദ്യം വീഡിയോയുടെ മുന്നേ പറഞ്ഞത് കേട്ടോ. ഓൺലൈൻ ഇതേപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സ്ലൈഡുകൾ വെച്ചിട്ടായി നമ്മൾ ആ ക്ലാസ് ചെയ്യുന്നത് ഓൺലൈൻ. എനിക്ക് ഓഫ്ലൈൻ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഓൺലൈൻ എടുക്കാൻ. അത് നമുക്ക് മനോഹരമായിട്ടുള്ള ചിത്രമൊക്കെ വെച്ചിട്ട് ഒരുപക്ഷെ ഓഫ്ലൈനിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇരട്ടി എഫക്റ്റോടെ നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ചിത്രങ്ങളൊക്കെ വെച്ച് പഠിപ്പിക്കുമ്പോൾ ആ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിൽ രജിസ്റ്റേർഡ് ആവും, ആ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഇന്ന ചിത്രം വെച്ച് പഠിപ്പിച്ചതല്ലേ എന്ന് പിന്നീട് റിവിഷൻ ക്ലാസ്സിൽ പറയുമ്പോ അത് അവന് ഓർമ്മ വരും. അതാണ് ഒരുപാട് പേരത് ഹെൽപ്ഫുൾ ആണെന്ന് ഈ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കോഴ്സ് എടുത്തവർ എന്നെ പേഴ്സണൽ ആയിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. സാറിന്റെ സ്ലൈഡൊക്കെ അല്ലെ സാർ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് യൂട്യൂബിലുള്ളവർ അതുപോലെ ആപ്പിലുള്ളവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. വളരെ അധികം ചോദ്യങ്ങളൊന്നും ഞാൻ മുൻകാല ഷിഫ്റ്റുകളിലൊന്നും കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും ഈ ഒരു മേഖലയിൽ നിന്ന് ചോദ്യങ്ങളുണ്ട്. റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ പരദൂഷണമാണ്, ലിറ്ററലി പരദൂഷണമാണ്. എന്താന്ന് വെച്ചാല് ഒരാള് പറഞ്ഞൊരു കാര്യം അത് ഞാൻ അങ്ങോട്ട് കേട്ടിട്ട് ഇപ്പുറത്ത് പോയി ചൂടോടെ അവതരിപ്പിക്കുന്നതിനെയാണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. കേട്ട കാര്യം മൂന്നാമത് ഒരാളുടെ അടുത്ത് പോയി പറയാ, അതാണ് റിപ്പോർട്ടഡ് സ്പീച്ച്. ആ റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യുമ്പോ ചില നിയമങ്ങൾ നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ മാറുമെന്നറിയോ? ടെൻസ് നമ്മൾ മാറ്റണം. നമ്മൾ കേട്ട ടെൻസിലല്ല ആ കേട്ട കാര്യം മൂന്നാമത് ഒരാളുടെ അടുത്ത് പോയി പറയുമ്പോൾ പറയുന്നത്. അങ്ങനെ ടെൻസ് മാറ്റണം, പ്രോനൗൺ മാറ്റണം. അതിന് കുറച്ച് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ പഠിക്കുന്നതിലൂടെ എഫക്റ്റീവായിട്ട് നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾ നിന്നെ കൊല്ലും. അതവര് പറഞ്ഞൊരു കാര്യമാണ്. ഞാനത് കേട്ടിട്ട് ഞാൻ ഭയങ്കര എന്താണ് പറയുക, പേടിച്ചു. കാരണം അവരെന്നെ കൊല്ലും എന്നൊക്കെയാ പറയുന്നത്. ഞാനത് ഒളിഞ്ഞിരുന്ന് കേട്ടു. ഞാനത് പോലീസ് സ്റ്റേഷനിൽ പോയി പറയാണ്. പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേട്ട കാര്യം പോയി പറയുമ്പോൾ ഉള്ള ഫോമാണ് താഴെ ഈ റോസ് ലെറ്ററിൽ കൊടുത്തിരിക്കുന്നത്. സാറേ, പോലീസ് സ്റ്റേഷനിൽ പോയി ഞാൻ പറയാണ്, സാറേ they said that, അവർ പറഞ്ഞു. എന്താ പറഞ്ഞേ? that they would kill me, അവരെന്നെ കൊല്ലുമെന്ന്. കണ്ടോ, അവരെന്നെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ഓഫ്ലൈൻ കോണ്ടാക്ട് ചെയ്തപ്പോ, അത് ഓഫ്ലൈൻ ഞാൻ പറഞ്ഞല്ലോ തുടങ്ങുന്നേ ഉള്ളൂ, തീർച്ചയായിട്ടും ബാച്ച് ഉണ്ടാവും കേട്ടോ. നമ്മൾ ഓഫ്ലൈനിലേക്ക് വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ ഒക്കെ ഭാഗമായിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് തരാൻ വേണ്ടി കുറച്ച് സമയം നമ്മൾ ഒരുക്കത്തിനായി ചെലവഴിക്കുന്നു. അങ്ങനെ മാത്രം കണ്ടാൽ മതി. ഓഫ്ലൈൻ ക്ലാസ്സസ് തീർച്ചയായിട്ടും ഉണ്ടാവും കേട്ടോ. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, തിരക്കുള്ള ആളാണെങ്കിൽ ഓൺലൈനിൽ ചേർന്നോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇപ്പം ഏറ്റവും ബെസ്റ്റായിട്ട്, അതായത് എനിക്ക് നന്നായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ് ഈ എക്സാം. ഈ എക്സാം ക്വാളിഫൈ ചെയ്താൽ മാത്രമേ ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെ എനിക്കൊരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവുള്ളൂ. സീരിയസ് ആയിട്ട് പഠിക്കുന്നവര് ഇന്ന് തന്നെ പഠനം തുടങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അല്ലാത്തവർ ഇന്ന് പഠനം തുടങ്ങും. എനിക്കിത് സീരിയസ് ആയിട്ട്, അല്ലാണ്ട് നോട്ടിഫിക്കേഷൻ വരട്ടെ, ഡേറ്റ് വരട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ഇന്ന് തുടങ്ങും. നൗ ഇറ്റ്സെൽഫ് ഇന്ന് തുടങ്ങും.
നാളെ തുടങ്ങുന്നതിൽ വലിയ ഹീറോയിസം ഇല്ല, ഇന്ന് തുടങ്ങണം. യെസ്. അപ്പൊ എന്തുകൊണ്ട് നേരത്തെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. യെസ്. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പഠിക്കേണ്ടത് ആർട്ടിക്കിൾസ്. ഇംഗ്ലീഷിൽ എത്ര തരം ആർട്ടിക്കിൾ ഉണ്ട്? എ ഉണ്ട്, ആൻ ഉണ്ട്, ദ ഉണ്ട്. ഇത് നമുക്ക് തോന്നിയ പോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതിന് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ദ എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ്. എയും ആനും നമ്മൾ ഉപയോഗിക്കുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയാനാണ്. ഇത് ബേസിക്കലി മനസ്സിലാക്കുക. പിന്നെ ഇന്ന സ്ഥലത്ത് ഇന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം, അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. അതും കൂടി പഠിച്ച ആർട്ടിക്കിൾ സെറ്റ് ആയിടാം. പിന്നെ ഇത് ദായാണോ എ ആണോ ആൻ ആണോ എന്നുള്ള ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈഫ് ക്ലോസസ് ഉണ്ട്, വളരെ പ്രധാനപ്പെട്ടതാ. ഒരുപാട് ചോദ്യങ്ങൾ ഈഫ് ക്ലോസസിൽ നിന്ന് വന്നിട്ടുണ്ട്. എന്താ ഈഫ് ക്ലോസ് എന്ന് പറഞ്ഞാല്? ഈഫിൽ തുടങ്ങുന്ന, ഈഫ് എന്ന് പറഞ്ഞ പദമില്ലേ, ആ പദത്തിൽ തുടങ്ങുന്ന സെന്റൻസസിനെയാണ് ഈഫ് ക്ലോസസ് എന്ന് പറയാം. ആ ഈഫ് ക്ലോസസിന് 4 ടൈപ്പ് ഉണ്ട്. കണ്ടീഷണൽ ക്ലോസസ് എന്ന് പറയും. ആ 4 ടൈപ്പിനും കൃത്യമായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. നിങ്ങൾ ആ സ്ട്രക്ചർ മാത്രം പഠിച്ചാൽ മതി, സംഗതി ഇങ്ങോട്ട് കയ്യിലേക്ക് വന്നോളൂ. ഓക്കെ. സാധ്യതകളെ കുറിച്ച് സംസാരിക്കാനും പോസിബിലിറ്റീസ്, അതുപോലെ പ്രഡിക്ഷൻസ്, അല്ലെ റിഗ്രറ്റുകള്, പരിണിത ഫലങ്ങൾ, ഇതിനൊക്കെ കുറിച്ച് സംസാരിക്കാനാണ് ഈ കണ്ടീഷണൽ ക്ലോസസ് യൂസ് ചെയ്യുക. യെസ്. ഓക്കെ. അടുത്തത് ഇൻവേർഷൻ എന്ന് പറഞ്ഞ ഒരു ടെക്നിക്ക് ഉണ്ട്. പലപ്പോഴും ഈ GD എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് ഈ ഇൻവേർഷൻ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ അതിൽ ഒരുപാട് മാർക്ക് പോകുന്നുണ്ട്. അപ്പം ഇൻവേർഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം വരികയാണെന്ന് വിചാരിക്കട്ടെ. അവർ വിചാരിക്കും, ചേട്ടാ ഇത് ഇങ്ങനെ ഒരു ഫോർമാറ്റ് കണ്ടിട്ടേ ഇല്ലല്ലോ, അപ്പൊ ഇത് തെറ്റായിരിക്കുമോ? അപ്പൊ തെറ്റാന്ന് വിചാരിച്ചിട്ട് ചില ഭാഗങ്ങളൊക്കെ അവർ അടയാളപ്പെടുത്തും. ചിലപ്പോൾ അതൊരു നോ എറർ ക്വസ്റ്റ്യൻ ആയിരിക്കാം. ആ ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് കണ്ടിട്ട് നിങ്ങൾക്കത് തെറ്റാണെന്ന് തോന്നുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻവേർഷൻ എന്താണെന്ന് അറിയത്തില്ല. അപ്പൊ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഇവിടെ നോക്കിയേ. ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലടാ, നമ്മൾ സാധാരണ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ്, ഇങ്ങനെയാണല്ലോ ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഇതാണ് നോർമൽ ഓർഡർ. ഇൻവേർഷൻ എന്ന് പറഞ്ഞാല് ഈ ഓർഡറിനെ തലതിരിച്ചിടുന്നതാണ്. അതായത് ഇൻവേർഷൻ പ്രകാരം ഇങ്ങനെ വരും. സബ്ജക്റ്റിന് മുന്നേ വെർബ് കടന്നു വരുന്ന പ്രതിഭാസത്തെയാണ് ഇൻവേർഷൻ എന്ന് വിളിക്കുക. അപ്പൊ ചോദിക്കും, ഇൻവേർഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. നിങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നേ? ഇപ്പം അരുൺ കളിച്ചുകൊണ്ടിരിക്കുക, അരുൺ ഈസ് പ്ലേയിങ്. അതിന്റെ ചോദ്യരൂപം എന്താ? അതിന്റെ ചോദ്യരൂപം എന്താ? ഈസ് അരുൺ പ്ലേയിങ് അല്ലെ? ഇവിടെ നോക്കിയേ, അരുൺ ഈസ് പ്ലേയിങ്. ഇത് നോർമൽ ഓർഡറാ. സബ്ജക്റ്റ് ഉണ്ട്, വെർബ് ഉണ്ട്. ഫുട്ബോൾ കൊടുക്കാം. അരുൺ ഈസ് പ്ലേയിങ് ഫുട്ബോൾ, ഇതാണ് ഒബ്ജക്റ്റ്. ഇൻവേർഷൻ പ്രകാരം ഈസ് അരുൺ പ്ലേയിങ് ഫുട്ബോൾ, ഇതൊരു ചോദ്യമായി. എങ്ങനെയാ ചോദ്യമായി മാറിയത്? വെർബ് സബ്ജക്റ്റിന് മുന്നേ വന്നു. ചോദ്യം ഉണ്ടാക്കാൻ ഇൻവേർഷൻ യൂസ് ചെയ്യും. അതുപോലെ ഊന്നല് കൊടുത്ത് സംസാരിക്കാൻ, സ്ട്രെസ് കൊടുത്ത് സംസാരിക്കാൻ എന്ത് യൂസ് ചെയ്യും? ഇൻവേർഷൻ യൂസ് ചെയ്യും. അപ്പൊ അതെന്താന്ന് പിന്നീട് ഒരു ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറയാം. തൽക്കാലം വെർബ് സബ്ജക്റ്റിന് മുന്നേ വരുന്ന പ്രതിഭാസത്തെയാണ് ഇൻവേർഷൻ എന്ന് പറയുന്നത് മനസ്സിലാക്കുക. ബാക്കിയുള്ള കാര്യങ്ങള് വളരെ വിശദമായിട്ട് ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം കേട്ടോ. യെസ്. ഓക്കെ. ഇതാണ് ഗ്രാമറുമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഗ്രാമറിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ. ഇനി ഈ കാര്യങ്ങൾ പഠിക്കാനുള്ള ടിപ്സ് ആണ് ഞാൻ പറഞ്ഞതുപോലെ ബേസിക്സ് മാസ്റ്റർ ചെയ്യുക. എന്താണ്? ബേസിക്സ് മാസ്റ്റർ ചെയ്യുക. അതേപോലെ എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള, ഇപ്പൊ നമ്മുടെ GD എക്സാം അല്ലേ, GD എക്സാം സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്സിന് പ്രാധാന്യം കൊടുക്കുക. ഏതാണ് GD എക്സാമിന് സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാമർ ടോപ്പിക്സ്? ഞാൻ നേരത്തെ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ റിപ്പോർട്ടഡ് ഒക്കെ അല്ലെ ഇൻവേർഷൻ ഒക്കെ വളരെ കുറവ് ചോദ്യങ്ങൾ മാത്രം കടന്നു വരുന്ന മേഖലയാണ്. നമുക്ക് കൂടുതലും ചോദ്യങ്ങൾ വരുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ പാർട്സ് ഓഫ് സ്പീച്ചിൽ നിന്നാണ്.
ബേസിക് ആയിട്ടുള്ള ഈ നൗണ് പ്രോനൗണ് തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം ചോദ്യങ്ങളും കടന്നു വരുന്നത്. അപ്പൊ ആദ്യം മാസ്റ്റർ ചെയ്യേണ്ട എന്താണ്? ഈ പറഞ്ഞ പാർട്സ് ഓഫ് സ്പീച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസുമാണ്. 2, കൃത്യമായ നോട്ട് ഉണ്ടാവണം. ഞാൻ എൻ്റെ എല്ലാ ക്ലാസ്സുകളിലും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് കൃത്യമായ നോട്ട്, അല്ലെ നോട്ട് ബുക്കോ പേനയോ എടുത്തിട്ട് മാത്രമേ ക്ലാസ്സിൽ ഇരിക്കാൻ പാടുള്ളൂ. അതുപോലെ കൃത്യമായിട്ടുള്ള നോട്ടുകൾ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ആ സ്ട്രക്ചർ പ്രകാരം ഓരോ പാർട്സ് ഓഫ് സ്പീച്ച് എഴുതുക, സബ് ടോപ്പിക്സ് എഴുതുക, നിയമങ്ങൾ എഴുതുക. അങ്ങനെ നിങ്ങൾക്കൊരു നല്ലൊരു നോട്ട് ഉണ്ടാവട്ടെ. ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹെൽപ്പ് യു. ഓക്കെ. അതുപോലെ ചില ഫിക്സ്ഡ് നിയമങ്ങൾ, ആ നിയമങ്ങള് മെമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഉദാഹരണം ഞാൻ പറഞ്ഞ ഹീ വന്നാൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം, അൺകൗണ്ടബിൾ നൗൺ വന്നാൽ സിംഗുലർ വെർബ് യൂസ് ചെയ്യണം. അങ്ങനെയുള്ളത് മെമ്മറൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതുപോലെ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. പ്രാക്ടീസ് ആണ് നിങ്ങളുടെ അറിവിനെ കൂർപ്പിച്ചെടുക്കുന്നത്. നമ്മൾ ഷാർപ്പർ വെച്ചിട്ട് പെൻസിൽ ഷാർപ്പൻ ചെയ്യില്ലേ, അതുപോലെ നിങ്ങളുടെ അറിവിനെ കുറച്ചുകൂടി കൂർമ്മതയുള്ളതാക്കുന്നത് ഈ പ്രാക്ടീസാണ്. എറർ സ്പോട്ടിങ് ചോദ്യങ്ങൾ, എത്രയോ ചോദ്യങ്ങൾ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണെന്നേ. നമ്മൾ എന്തെല്ലാം കാര്യത്തിന് റീൽസ് തോണ്ടാനും മറ്റേ എഡിറ്റ് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും, അതേപോലെ വീഡിയോ എഡിറ്റിങ്, എന്തെല്ലാം കാര്യങ്ങൾക്ക് നെറ്റ് യൂസ് ചെയ്യുന്നു. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ, ഉദാഹരണം ക്രാക്ക് യു എന്നൊക്കെ പറഞ്ഞ വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്, അല്ലെ ടെക്സ്റ്റ് ബുക്കിന്റെ വെബ്സൈറ്റ്സ് ഉണ്ട്. എത്രയോ വെബ്സൈറ്റുകൾ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഫ്രീ ആയിട്ട് അവർ തരുന്നുണ്ട്. വെറുതെ ഇരിക്കും, ഒന്ന് ചെയ്തു നോക്കുകയും എത്ര മനോഹരമായിട്ട് നമുക്കത് ടാക്കിൾ ചെയ്യാൻ സാധിക്കും. അതേപോലെ വൊക്കാബുലറിയിൽ വർക്ക് ചെയ്യുക, പ്രീവിയസ് ഇയർ എക്സാം പേപ്പേഴ്സ് കൃത്യമായിട്ട് പഠിക്കുക. മോക്ക് ടെസ്റ്റ്, പലരുടെയും വിചാരം എന്താന്ന് വെച്ചാൽ മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കേണ്ട ഒരു സാധനമാണെന്നാണ് പലരുടെയും വിചാരം. അങ്ങനെയല്ല. നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ് മോക്ക് ടെസ്റ്റ്. അതും സെക്ഷണൽ മോക്ക് ടെസ്റ്റ് എടുക്കുക. ഇംഗ്ലീഷിൻ്റെതായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളുണ്ട്. ഇംഗ്ലീഷ് കുറച്ച് കുറവ് അറിവുള്ളവര്, അല്ല ഇംഗ്ലീഷ് സ്ട്രഗിൾ ചെയ്യുന്നവര് ഇംഗ്ലീഷിന്റെ സെക്ഷണൽ മോക്സ് എടുത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ അതെന്താന്ന് വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടാകും, ഭയമുണ്ടാവില്ല. കാരണം യു ഹാവ് ഓൾറെഡി സീൻ ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻസ്. അങ്ങനെയുള്ളവന് എക്സാമിലെ ചോദ്യം കാണുമ്പോൾ പേടി ഉണ്ടാവുമോ? പേടി ഉണ്ടാവില്ല. ആദ്യമായിട്ട് കാണുന്നവന് പേടി ഉണ്ടാവും. മറ്റേ എന്താണ് പറയാ, നമ്മള് പറയാറുണ്ട് അല്ലെ, തൃശ്ശൂരുകാരോടാണോ പുലി കളിക്കാൻ നിൽക്കുന്നത് പറഞ്ഞ പോലെ ഇതിലും ബെസ്റ്റ് ആയിട്ടുള്ളവന് പിന്നെന്ത് പേടിക്കാനാണ്? ഇതിനപ്പുറത്തേക്ക് ഒരു ചോദ്യം വന്നാൽ അവൻ ചെയ്യും, ഭയപ്പെടില്ല. യെസ്, അതാണ് പ്രാക്ടീസ് കൊണ്ട് ഉണ്ടാകുന്ന അനുഭവ സമ്പത്ത്. യെസ്. അതുപോലെ ടൈം മാനേജ്മെന്റ്. ചിലർക്ക് എല്ലാ ചോദ്യങ്ങളും അറിയായിരിക്കും. ഇപ്പം റീസണിങ്ങിന്റെ ഇംഗ്ലീഷിന്റെ ഒക്കെ ചോദ്യങ്ങള് കുറെ അധികം സമയം കൊടുത്താൽ എല്ലാവരും ചെയ്യും. റീസണിങ്ങിന്റെ ചോദ്യം എല്ലാവരും ചെയ്യും. പക്ഷേ കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യുന്നവനാണ് കേമൻ, അവനാണ് യോഗ്യത. ആ ലെവലിലേക്ക് നിങ്ങളും നിങ്ങളെ സ്വയമേവ പാകപ്പെടുത്തണം. ടൈം മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഒരുപാട് സമയം എടുത്തു കളയാനില്ല. എന്താണോ നമുക്ക് അലോട്ടഡ് ആയിട്ടുള്ള സമയം അതിന് മുന്നേ തീർക്കണം. അതിനൊരു 5 മിനിറ്റ് അല്ല 10 മിനിറ്റ് മുന്നേ തീർക്കുക. ബാക്കിയുള്ള സമയം ക്വസ്റ്റ്യൻസ് റിവ്യൂ ചെയ്യാൻ ഉപയോഗിക്കുക. അതെങ്ങനെയാ ഒരു ടൈം മാനേജ്മെന്റ് സ്കില്ല് നമുക്ക് കിട്ടുന്നത്? പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒന്നാണോ? അല്ല, നെവർ. പ്രാർത്ഥനയും വേണം, വിശ്വാസികൾ പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കുന്നതിനൊന്നും ഞാൻ എതിരല്ല. പക്ഷേ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വേണം. ചൊല്ലുണ്ടല്ലോ, താൻ പാതി ദൈവം പാതി. നമ്മുടെ പാതി ചെയ്യാതെ ദൈവത്തിന്റെ പാതി ചെയ്യണമെന്ന് ദൈവത്തോട് നിർബന്ധിക്കുന്നത് തെറ്റല്ലേ? ശരി, അതിനകത്തൊരു നീതികേടില്ലേ? അപ്പൊ നമ്മുടെ പാതി കൃത്യമായിട്ട് ചെയ്യുക, അതാണ് പ്രാക്ടീസ്. മോക്ക് ടെസ്റ്റ്. അതേപോലെ റിവൈസ് ചെയ്യുക. റിവൈസ് കോൺസ്റ്റന്റ്ലി റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഫ്രീ ടൈം കിട്ടുന്നോ? എന്നാ പിന്നെ പബ്ജിയുടെ ഒരു ഗെയിം കളിക്കാം, എന്നാ പിന്നെ ഒരു 10-12 റീൽസ് ഒക്കെ എടുത്തോണ്ടാ. നോ, അതൊക്കെ പണ്ട് ഉത്തരവാദിത്വം ഇല്ലാതെ നടന്നിരുന്ന ഒരു കാലത്ത്, പ്രത്യേകിച്ച് ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാടില്ലാത്ത ഒരു കാലത്ത് നമ്മൾ അത്തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. Now it is not the right time to do such things. അത് ചെയ്യാനുള്ള റൈറ്റ് ടൈം ഇപ്പോഴല്ല. നിങ്ങൾക്കൊരു ഫ്രീ ടൈം കിട്ടുന്നുണ്ടെങ്കിൽ റിവൈസ് ചെയ്യുക, നോട്ടുകളിലൂടെ കടന്നു പോവുക, മോക്ക് ടെസ്റ്റ് എടുക്കുക. മോക്ക് ടെസ്റ്റ് എടുക്കുമ്പോൾ എവിടെയാണ് എനിക്ക് പിഴച്ചത്? ടൈം മാനേജ്മെന്റ് ആണോ, ഗ്രാമർ ആണോ, വൊക്കാബുലറി ആണോ,
ഏത് മേഖലയിലാണ് എനിക്ക് പിഴവ് പറ്റിയത് കൃത്യമായിട്ട് അഡ്രസ് ചെയ്യുക, ടാക്കിൾ ചെയ്യുക, ആ മേഖലയെ പരിഹരിച്ചു പോവുക. നമ്മൾ ഈ പറക്കുന്നളികയില് ഈ ഹരിശ്രീ അശോകൻ, പറക്കുന്നളിയാന്ന് തോന്നുന്നു, ഒരു ഓട്ടയുള്ള ട്യൂബിൽ ഇങ്ങനെ ഈർക്കിലി കുത്തിയിട്ട് വരുമ്പോൾ അവസാനം ഒരുപാട് ഈർക്കിലി ആയിട്ട് വരുന്ന ഒരു സീൻ ഓർമ്മയില്ലേ? അതേപോലെ എവിടെയാണ് ഓട്ടയുള്ളത് അത് ഈർക്കിലി വെച്ച് അടയ്ക്കണം. അങ്ങനെ ഓരോന്ന് ഫിക്സ് ചെയ്ത് വരുമ്പോൾ മാത്രമേ ഒരു പൂർണ്ണത ലഭിക്കത്തുള്ളൂ. അല്ല ഒരു കൊച്ചു വെളുപ്പാൻ കാലത്ത് എണീറ്റിരുന്ന് ഉണ്ടാക്കുന്നതല്ല ഈ മോക്ക് ടെസ്റ്റിലെ 100-ന് മേലെയുള്ള മാർക്ക്, അല്ലെങ്കിൽ ഈ എന്താണ് പറയാ, ഈ പെട്ടെന്ന് ചോദ്യം ചെയ്യാനുള്ള ഒരു കഴിവ് ഒരു സുപ്രഭാതത്തിൽ കിട്ടുന്നതല്ല. ഒരു വലിയ പ്രാക്ടീസ് ഉണ്ട്, വലിയ സ്ട്രഗിൾസ് ഉണ്ട് അതിന് പിന്നിൽ. കിട്ടിയവരോട് ചോദിച്ചാൽ മതി അല്ലേ? ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ്. നോ പെയിൻ നോ ഗെയിൻ. ഓക്കെ. അതേപോലെ വൊക്കാബുലറി പഠിക്കുമ്പോഴുള്ള വൊക്കാബുലറി സെക്ഷനിൽ എന്തൊക്കെയാ വരുന്നത് നോക്കാം. സിനോണിംസ്, ആന്റോണിംസ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ തന്നെ. പിന്നെ സ്പെല്ലിംഗ് കറക്ഷൻ, പിന്നെ കോമൺലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് ഉണ്ട്. ഒരേ സ്പെല്ലിംഗ്, നമ്മൾ അതിനെ ഹോമോണിംസ് എന്നും ഹോമോഫോൺസ് എന്നൊക്കെ പറയും. ഒരേ പ്രൊനൗൺസിയേഷൻ ആയിരിക്കും, അല്ലെ ഒരേ സ്പെല്ലിംഗ് ആയിരിക്കും, പക്ഷെ അർത്ഥം ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള വാക്കുകളില്ലേ, അതിനെയാണ് ഈ ഹോമോഫോൺസ്, ഹോമോണിംസ് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് കോമൺലി ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്സ്, അല്ലെ കോമൺലി യൂസ് ചെയ്യുന്ന ഹോമോഫോൺസ്, അല്ലെ പരസ്പരം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഹോമോണിംസ്, അതിന്റെ ലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയേ, നിങ്ങൾക്ക് അതിന്റെ ലിസ്റ്റ് കിട്ടും. അത് പഠിക്കുന്നതിന് വലിയ ചെലവുണ്ടോ? അത് പഠിക്കുന്നതിന് എന്തായാലും മാസം 10-200 രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ കൂടി ഇതും കൂടി അങ്ങ് നടക്കട്ടെ. ഓക്കെ. യെസ്, വിഷ്ണു ഡേ ക്ലാസ്സസ് മിക്കവാറും രാത്രി സമയങ്ങളിൽ നമുക്ക് ക്ലാസ് ഉണ്ടാവാറുണ്ട്, ഏർലി മോർണിംഗ് ക്ലാസ് ഉണ്ടാവാറുണ്ട്. അത് നമ്മുടെ ബാച്ചിലെ ഭൂരിഭാഗം ആൾക്കാരുടെ ടൈം എങ്ങനെയാണോ അത് പ്രകാരമാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല വിഷ്ണുവിന് ഇപ്പം എന്താണ് പറയാ, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഡോണ്ട് വറി, അതിന്റെ റെക്കോർഡഡ് വേർഷൻ ആപ്പിൽ അവൈലബിൾ ആണ്. ഏത് സമയത്താണോ വിഷ്ണുവിന് ഫ്രീ ആകുന്നത്, വിഷ്ണു അപ്പൊ ആ ലൈവ് ക്ലാസ് ഇരുന്ന് കാണാം. അതിന്റെ നോട്ട്സ് അപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യും, നോട്ട്സ് കൃത്യമായിട്ട് കണ്ടെത്താം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പം ലൈവ് ക്ലാസ് കണ്ടു, ഇപ്പൊ എടുത്തൊരു കോൺസെപ്റ്റ് മനസ്സിലായില്ല, മെന്റർ ഉണ്ട്, ഉടനെ ഏത് ടൈം ആവും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. വി ആർ ഓൾവേസ് ദേർ ടു ഹെൽപ്പ് യു. മെന്ററിനോട് ചോദിക്കാം. മെന്റർ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ തനതായിട്ടുള്ള ഒരു മാധ്യമത്തിലൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. വിഷ്ണുവിനെ 9 hours വർക്ക് ഒന്നും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ, നമ്മൾ 9 hours വർക്ക് ചെയ്തിട്ട് ക്ലാസ് എടുക്കാൻ വരുന്നവരുണ്ട്. വിഷ്ണു വേറെ മേഖലകളിൽ വർക്ക് ചെയ്തിട്ട് ക്ലാസ് എടുക്കുന്നവരുണ്ട്. യെസ്, അത് കുഴപ്പമില്ല കേട്ടോ. യൂട്യൂബിലെ ക്ലാസ്സസ് ഉണ്ടാവും തീർച്ചയായിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞത്, ഒരു വൈകി പഠിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. നിങ്ങൾ യൂട്യൂബ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ കുറച്ചും കൂടി ലാഗ് ചെയ്യപ്പെടും, ഡിലേ ചെയ്യപ്പെടും. അത് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഇഡിയംസ് എന്ന് പറഞ്ഞ ശൈലികളാണ് കേട്ടോ, ശൈലികൾ. ആ ശൈലികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ അക്ഷരാർത്ഥത്തിലല്ല ആ ശൈലികളെ വ്യാഖ്യാനിക്കേണ്ടത്, മറിച്ച് അതിന്റെ ഉള്ളിലൊരർത്ഥമുണ്ട് എല്ലാ ശൈലികൾക്കും. ഉദാഹരണത്തിന് ഇവിടെ നിൽക്കുന്നതാണ് ഒരു മനോഹരമായിട്ടുള്ളൊരു ഇഡിയം ഉണ്ട്. ഡോണ്ട് ക്രൈ ഓവർ സ്പിൽഡ് മിൽക്ക്. കളഞ്ഞ പാലിനെ പ്രതി കരയരുത്. എന്താ അതിന്റെ അർത്ഥം? പാല് കളഞ്ഞു പോയി, കളഞ്ഞ പാലിനെ പ്രതി കരയരുതെന്നാണോ? അല്ല കേട്ടോ, അങ്ങനെയല്ല. അതിന്റെ അക്ഷരാർത്ഥമാണ്. അതിന്റെ ഉള്ളിലെ അർത്ഥം എന്താ? കഴിഞ്ഞു പോയ അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ പ്രതി വിഷമിച്ചുകൊണ്ടിരിക്കരുതെന്നാണ്. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ കളഞ്ഞ പാലിനെ പ്രതി കരയരുതെന്നാണ്, അങ്ങനെയല്ല കേട്ടോ. അപ്പൊ അതിന്റെ അന്തരാർത്ഥം പഠിക്കുക. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ഇപ്പൊ ലെൻഡ് എ ഹാൻഡ്, കൈ കൊടുക്കുക. കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കൈ വെട്ടിമുറിച്ച് അപ്പുറത്തുള്ളവന് കൊടുക്കാനാണോ? നോ, നെവർ. അതല്ലാതെ മീൻ ചെയ്യുന്നത്. കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ സഹായിക്കുക എന്നാണ്. അപ്പൊ ലെൻഡ് എ ഹാൻഡ് എന്നുള്ള ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? ടു ഹെൽപ്പ്, സഹായിക്കുക. അപ്പൊ ഇതിന്റെ മീനിങ് കൃത്യമായിട്ട് പഠിക്കാൻ സാധിക്കും. എങ്ങനെ? ഇപ്പൊ ഇഡിയം പഠിക്കുമ്പോൾ ചില ചിത്രങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ ഇത് നോക്കിയേ, ഈ ചിത്രം മനസ്സിലുണ്ടാവുക, അല്ലെ ലെൻഡ് എ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഈ ചിത്രം മനസ്സിലുണ്ടാവുക. അപ്പം ചിത്രങ്ങളിലൂടെ പഠിക്കാൻ സാധിക്കും ഇഡിയംസ്. അതേപോലെ ആക്റ്റീവ് വൊക്കാബുലറി ഉണ്ട്, പാസീവ് വൊക്കാബുലറി ഉണ്ട്. ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ പൊതുവായിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന വാക്കുകളില്ലേ,
അതായത് ഇപ്പം അച്ഛൻ, അമ്മ, നാട്, അതുപോലെ ഇംഗ്ലീഷില് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ കൂട്ടത്തെയാണ് ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയാം. നേരെ മറിച്ച് പാസീവ് വൊക്കാബുലറി ഉണ്ട്. നമ്മളത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നൊന്നുമില്ല, പക്ഷെ നമുക്കറിയാം, കണ്ടാ മനസ്സിലാവും ഇത് ഇന്നതാണ്, അല്ലെ ഇതിന്റെ അർത്ഥം ഇതാണ് എന്ന് കണ്ടാൽ മനസ്സിലാവും. ആ വാക്കുകളുടെ കൂട്ടത്തെയാണ് പാസീവ് വൊക്കാബുലറി എന്ന് പറയാം. ഇപ്പൊ ഞാൻ ഇത്ര മാത്രമേ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ആക്റ്റീവ് വൊക്കാബുലറിയിലേക്ക് നിങ്ങൾ ഫീഡ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ പാസീവ് വൊക്കാബുലറിയിലേക്ക് ഇല്ലെങ്കിലും അത് സേവ് ചെയ്യാം. കണ്ടാ തിരിച്ചറിയണം, ഇതാണ്, ഇതല്ലേ, ഇതിന്റെ അർത്ഥം ഇതല്ലേ എന്ന് മനസ്സിൽ പറയാൻ സാധിക്കുന്ന രീതിയിൽ ഫീഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് വൊക്കാബുലറി പഠിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ഗ്രാമർ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ഒരു ദിവസം ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാൻ കാണുമോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു പദാവലി എക്സാം ആകുന്നതിന് മുന്നേ ബിൽഡ് ചെയ്യാം. 15 മിനിറ്റ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇന്ന് തന്നെ പോയിട്ട് ഒരു നോട്ട്ബുക്കോ ഡയറിയോ കരുതുക. ഒരു നോട്ട്ബുക്ക്, ഒരു ഡയറി. അതിനകത്ത് ഒരു ദിവസം 8 വാക്കുകൾ പഠിക്കുക. 8 വാക്കെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് 5 വേർഡ്സും 3 ഇഡിയംസും. ഇങ്ങനെ ഒരു 8 എന്ന കണക്കില് ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ എന്താണ്, 56ഓളം സാധനങ്ങൾ നമ്മുടെ കൈ കിട്ടുകയാണ്. ഒരു മാസം ആകുമ്പോൾ 100-200 വാക്കുകൾ മേലെ എത്തിയത്. നോക്കിക്കേ, ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ 200 വാക്കുകൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ആരാ പിന്നെ, രാജാവല്ലേ? ഇത്രയും വാക്കുകൾ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇത് ഇന്നേ തുടങ്ങിയാല് ഓരോ നോട്ട്ബുക്കിൽ ഓരോ ദിവസവും എഴുതിയിടുക. അത് കോണ്ടെക്സ്റ്റുവലൈസ് ചെയ്ത് പഠിക്കുക, അസോസിയേറ്റ് ചെയ്ത് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ ആ ബുക്ക് അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഇത് കിട്ടും. യെസ്, ലാംഗ്വേജ് മലയാളം ഇല്ലെന്നേ, ഇംഗ്ലീഷ് ടഫാണെന്നുള്ളത് നമ്മുടെ ഒരു മുൻധാരണ മാത്രമാണ്. ഈ ഇംഗ്ലീഷ് എടുത്ത ഒരുപാട് ഗുണമുണ്ട്. വിഷ്ണു അല്ലേ, സിൻടോക്സ്. യെസ്, ഇംഗ്ലീഷ് എടുത്ത ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇംഗ്ലീഷിൽ എഴുതുന്നവർക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇംഗ്ലീഷിൽ ഒരുപാട് നേരെ മറിച്ച് മലയാളത്തിലാണെങ്കിൽ എന്താണ് പറയുക, മെറ്റീരിയൽസ് അധികം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന PDF ആണെങ്കിലും അല്ല മറ്റ് റിസോഴ്സസ് ആണെങ്കിലും ഒക്കെ ഇംഗ്ലീഷിലാണ്, അല്ലേ? അപ്പം ഇംഗ്ലീഷിനോടൊരു എന്താണ് പറയുക, ഒരു വിരുദ്ധ മനോഭാവം കാത്തു സൂക്ഷിക്കാതെ അതെന്നെ കൊണ്ട് പറ്റുമെന്ന് ചിന്തിച്ചു നോക്കിയേ. അപ്പൊ കുറച്ചും കൂടി ഒരു ലെവലിലേക്ക് നമുക്ക് മാറാൻ സാധിക്കും. നമുക്ക് ഒരു കാര്യം അറിവില്ല എന്ന് കരുതി അതിനെ പാടെ തള്ളിക്കളയരുത്. അറിവില്ല, അത് പഠിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. ഒരുപാട് റിസോഴ്സസ് നമുക്ക് കിട്ടും, കൃത്യമായിട്ടുള്ള ക്ലാസ്സസ് കിട്ടും. അതുപോലെ മലയാളം പോലെ വളരെ കോംപ്ലിക്കേറ്റഡ് അല്ല ഇംഗ്ലീഷ്. അപ്പം സിൻടോക്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വായന നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കുക. ഒരു 2 മാസം ഇംഗ്ലീഷ് നന്നായിട്ട് വായിച്ചു നോക്കിയേ, സുന്ദരമായിട്ട് ക്വസ്റ്റ്യൻസ് വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സിൻടോക്സിന് പറ്റും. വായനയാണ് സിൻടോക്സ് അതിന്റെ കീ. അതുപോലെ ഡെയിലി ഗോൾസ് ഞാൻ പറഞ്ഞു, ഒരു 5 മുതൽ 10 വരെ. ഞാൻ പറഞ്ഞിരിക്കുന്ന നമ്പർ 8 ആണ്, പറഞ്ഞു പോകരുത്. വേർഡ് മാപ്സ്, അതുപോലെ സിനോണിം. ഇപ്പൊ ഒരു വേർഡ് പഠിച്ചു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 4 സിനോണിംസ് പഠിക്കുക. ശരിക്കും നിങ്ങൾ ആന്റണിംസ് എന്ന് പറഞ്ഞ വിഭാഗം പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ വേർഡിന്റെയും സിനോണിംസ് പഠിച്ചാൽ മതി. ഇപ്പം ഹാപ്പി, അതിന്റെ ഓപ്പോസിറ്റ് സാഡ് അല്ലേ? അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പഠിക്കണ്ട. അപ്പൊ സാഡിന്റെ സിനോണിംസ് പഠിക്കുക. അപ്പൊ ഹാപ്പിയുടെ ആന്റോണിംസ് കിട്ടിയില്ലേ? ഹാപ്പിയുടെ സിനോണിംസ് പഠിക്കുക. ഹാപ്പിയുടെ സിനോണിംസ് പഠിക്കുമ്പോൾ തന്നെ സാഡിന്റെ ആന്റണിംസ് പഠിക്കുക. അപ്പം ഹാപ്പിക്കുള്ള എതിർപദങ്ങളായി. ബേസിക്കലി സിനോണിംസ് തന്നെ പഠിച്ചാൽ മതി. ഓക്കെ, അതേപോലെ വേർഡ്സ് കോണ്ടെക്സ്റ്റിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. കോണ്ടെക്സ്റ്റലൈസ് ചെയ്ത് പഠിക്കുക, കേട്ടോ? ഓക്കെ, അതുപോലെ എന്താണ് സ്റ്റഡി ഗ്രൂപ്പുകൾ. പലപ്പോഴും നമ്മൾ ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി, അല്ല ഞാൻ നിർത്തുകയാണ്, എന്നെ കൊണ്ട് പറ്റുന്നില്ല, കുറെ നാളായി, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ കാരണം, അല്ലെ ചില ചോദ്യങ്ങളൊക്കെ ഭയങ്കര ടഫായിട്ടൊക്കെ തോന്നുന്നതിന്റെ കാരണം കൃത്യമായിട്ടുള്ളൊരു സ്റ്റഡി എൻവയൺമെന്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ടെലിഗ്രാം എന്തിനാ സാധാരണ യൂസ് ചെയ്യുന്നത്? ചില ആൾക്കാർ അതിനെ ഈ സിനിമ ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് പറയാണ്,
ഈ ടെലിഗ്രാമിലൊക്കെ ധാരാളം സ്റ്റഡി ഗ്രൂപ്പ്സ് ഉണ്ട്. നമ്മൾ ഈ കണ്ട സിനിമാ ചാനലിലോ അല്ലെ ഈ പാട്ട് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ചാനലിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് പകരം കണ്ട മാർവാടി അല്ലെങ്കിൽ എന്താണ് പറയാ ഓഫർ കിട്ടുന്നൊക്കെ ചപ്പടാച്ചി ചാനലിൽ ജോയിൻ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ലേണിംഗ് കമ്മ്യൂണിറ്റീസിൽ ജോയിൻ ചെയ്യുക. അവിടെ ക്വസ്റ്റ്യൻസ് വരും. ഒരുപാട് പിള്ളേരുണ്ട് പഠിക്കുന്നത്, അവർ ക്വസ്റ്റ്യൻസ് അയച്ചു തരും, നമ്മൾ സംശയങ്ങൾ ചോദിക്കുക. അങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾ അതിനകത്ത് ഉൾപ്പെട്ടാൽ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ, നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇൻസ്പിറേഷനും മോട്ടിവേഷനും ഒക്കെ അതിനകത്ത് തന്നെ കിട്ടിക്കോളും കേട്ടോ. അതേപോലെ വൊക്കാബുലറി ഡെയിലി ലൈഫിലേക്ക് കൊണ്ടുവരിക. നമ്മൾ നിത്യജീവിതത്തിൽ ഇടപഴകുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ വൊക്കാബുലറി യൂസ് ചെയ്യുക, കോണ്ടെക്സ്റ്റിൽ യൂസ് ചെയ്യുക. അതുപോലെ പത്രം വായിക്കുക കേട്ടോ, മൾട്ടിമീഡിയ. അതേപോലെ ഒരുപാട് നമ്മൾ എന്തെല്ലാം റീൽസ് ഒക്കെ കാണുന്നു. ഇപ്പം റീൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരായിരിക്കില്ലേ, ഇൻസ്റ്റഗ്രാമില് ഈ വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽസ് ഉണ്ട്. ഫോളോ ചെയ്തു. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അവരുടെ കോണ്ടന്റ് ആയിരിക്കും നമ്മുടെ ഫീഡിൽ വരുന്നത്. അപ്പൊ നിങ്ങൾ രാവിലെ ഇപ്പൊ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെന്ന് തന്നെ വിചാരിക്കട്ടെ, നിങ്ങൾ കാണുന്നത് ഈ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ആയിരിക്കും. അങ്ങനെ വീഡിയോ നിങ്ങൾ കണ്ടാല് ഒരുപാട് കാര്യങ്ങൾ വിഷ്വലായിട്ടും അതുപോലെ പെട്ടെന്ന് നിങ്ങൾ ക്യാച്ച് ചെയ്യും. അതേപോലെ എഡ്യൂക്കേഷണൽ വീഡിയോസ് ഇരുന്ന് കാണുക യൂട്യൂബില്. പഴയ മൂവീസിന്റെ പഴയ ക്ലിപ്സ് കാണുന്ന സമയത്ത് ഈ പറഞ്ഞ എന്താണ് ഈ എഡ്യൂക്കേഷണൽ വീഡിയോസ് കൃത്യമായിട്ട് കാണുക. ഓക്കെ, പിന്നെ ഫൈനലി ഇവിടെ അവസാനം ഞാനൊരു സാധനം കൊടുത്തിട്ടുണ്ട്, ന്യൂസ് പേപ്പർ റീഡിങ്. ന്യൂസ് പേപ്പർ വായിക്കുക. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഒറ്റമൂലിയാണ് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഫീൽഡിൽ നിൽക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഇത്രയേറെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു പരിപാടി ഇല്ല. നിങ്ങളൊരു 15 മിനിറ്റ് ന്യൂസ് പേപ്പർ റീഡിങ്ങിന് വേണ്ടി മാറ്റിവെച്ച് അത്ഭുതാവഹമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു ഡിസിപ്ലിൻ വരും, നിങ്ങളുടെ വൊക്കാബുലറി ഇൻക്രീസ് ആവും, ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനുമുള്ള ഫ്ലുവൻസി പ്ലസ് ലോക വിവരം, GK, കറണ്ട് അഫയേഴ്സ്, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഒരു പത്രം വായിക്കുമ്പോൾ ഇംഗ്ലീഷ് പത്രം തന്നെ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് വൊക്കാബുലറി കിട്ടുന്നു, സെന്റൻസ് കൺസ്ട്രക്ഷൻ ആൻഡ് സെന്റൻസ് സ്ട്രക്ചറുമായിട്ടുള്ള ബന്ധം, പരിചയം, വാക്കുകളുമായിട്ടുള്ള ഇത്, അതേപോലെ GK, നമ്മുടെ രാജ്യത്ത് കറന്റ് എന്തൊക്കെ നടക്കുന്നു, കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇത്രയും കാര്യങ്ങൾ ഒരു സിംഗിൾ പ്രവൃത്തിയിലൂടെ നിങ്ങൾ വരികയാണ്. നമ്മൾ ഈ നെറ്റ് റീചാർജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ OTT പ്ലാറ്റ്ഫോം ഒക്കെ റീചാർജ് ചെയ്യുമ്പോൾ കോംബോ പാക്ക് എടുക്കാറുണ്ട്. സിംഗിൾ പാക്കിനേക്കാളും പലരും ഇഷ്ടപ്പെടുന്നത്, അല്ലെ സിംഗിൾ പെട്ടി ഐസ്ക്രീമിനേക്കാളും പലരും ഇഷ്ടപ്പെടുന്നത് ഫാമിലി പാക്കാണ്, അല്ലെ കോംബോ പാക്കാണ്. ഇതാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ കോംബോ പാക്ക്, ന്യൂസ് പേപ്പർ റീഡിംഗ്. സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 15 minutes a day for reading newspapers. That will make miracles. അത്ഭുതങ്ങൾ ഉണ്ടാക്കും. 2 ആഴ്ച 10 മിനിറ്റ് അല്ലെ 15 മിനിറ്റ് ന്യൂസ് പേപ്പർ എല്ലാ ദിവസവും നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ദേ ഇപ്പൊ തുടങ്ങിക്കോ. മാർക്ക് മൈ വേർഡ്സ്, നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഒരു 2 മാസം മുന്നേ ആയിരുന്ന ഞാനായിരുന്നു ഇപ്പൊ എനിക്ക് മാത്സിലെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, റീസണിങ്ങിലെ ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ വായിച്ചാൽ മനസ്സിലാവും, ഇംഗ്ലീഷിൽ എന്റെ മാർക്ക് കൂടാൻ തുടങ്ങി, പദങ്ങള് എനിക്ക് അറിയാത്ത പദങ്ങൾ വരെ എനിക്ക് പരിചയമാകാൻ തുടങ്ങി. എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ, റീഡ് ന്യൂസ് പേപ്പേഴ്സ്. യെസ്, അതാണ് ഏറ്റവും അവസാനം പറഞ്ഞു തരാനുള്ള ട്രിക്ക് അല്ലെങ്കിൽ ടിപ്പ് എന്ന് പറയുന്നത്. യെസ്, ഇത്രയും കാര്യങ്ങളാണ്. വളരെ ലെങ്ത് ഉള്ള ഒരു ലൈവ് ആയിരുന്നു. നമ്മൾ സിലബസ് ഡിസ്കസ് ചെയ്തു, സിലബസ് എന്തൊക്കെ പഠിക്കണം എന്ന് കണ്ടു, കുറച്ചൊക്കെ ഞാൻ ചില ടിപ്സ് ഒക്കെ ഞാൻ പറഞ്ഞു തരികയുണ്ടായി. ഗ്രാമർ പഠിക്കേണ്ട ടിപ്സ് പറഞ്ഞു, ഏറ്റവും അവസാനം വൊക്കാബുലറി പഠിക്കേണ്ട ടിപ്സ് പറഞ്ഞു. ഇനി നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേൺസ്, നിങ്ങളുടെ എന്താണ് പറയാ ആകുലതകൾ ഷെയർ ചെയ്യാം. നിങ്ങൾ ഇവിടെ ഈ കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അതുപോലെ മറ്റ് ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ കമന്റ് കാണുന്നുണ്ടെങ്കിൽ അവർക്കും വാല്യുബിൾ ആയിട്ടുള്ള അഡ്വൈസ് കൊടുക്കാം കേട്ടോ. യെസ്, എനി ഡൗട്ട്?
എനി ഡൗട്ട്? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ഈ തരുണത്തില്. നമ്മൾ ഈ മാറ്റി വെക്കേണ്ട ആദ്യത്തെ സാധനം എന്താണെന്നറിയോ? എടുത്ത് പറിച്ച് തോട്ടിക്കളയ. എന്താ തോട്ടിക്കളയണ്ടേ? മടി അല്ലേ? അവരെന്ത് വിചാരിക്കും, അവനെന്ത് വിചാരിക്കും എന്നുള്ള തോന്നല്. ഞാൻ കമന്റ് ഇട്ടാല് അത് എന്താണ്, അത് കാണുന്ന എന്നെ അറിയാത്ത ആരെ ഇപ്പൊ നിങ്ങളെ അറിയാത്ത ആൾക്കാർ തന്നെയാണല്ലോ ഇവിടെ ഉള്ളത് അല്ലേ? ഇംഗ്ലീഷ് പഠിക്കാൻ യൂസ്ഫുൾ ആയ ബുക്സ് ഓഫ് കോഴ്സ്. ഇംഗ്ലീഷ് പഠിക്കാൻ, നിങ്ങൾ വൊക്കാബുലറി പഠിക്കാനാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ GD എക്സാം ഉള്ളവരെ സംബന്ധിച്ച് ബ്ലാക്ക് ബുക്കാണ്. ബ്ലാക്ക് ബുക്ക്. അതുപോലെ മറ്റൊരു ബുക്ക് ഉണ്ട്, വേർഡ് പവർ മെയ്ഡ് ഈസി എന്നുള്ളത്. അത് ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല, കാരണം അത് ഇച്ചിരി ഒരു പ്രോ ലെവൽ സാധനമാണ്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. CGL-ലൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ വേർഡ് പവർ മെയ്ഡ് ഈസി എന്ന് പറഞ്ഞാൽ നോർമൻ ലൂയിസിന്റെ ഒരു ബുക്ക് ഉണ്ട്. പക്ഷെ ഞാനിത് നിങ്ങൾക്ക് ഇപ്പൊ സജസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്കിപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ബ്ലാക്ക് ബുക്കാണ്. ഓക്കെ. അതുപോലെ ഇനി ഗ്രാമർ കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ഇഷ്ടംപോലെ ഗ്രാമർ ബുക്കുകൾ അവൈലബിൾ ആണ്. പ്രത്യേകിച്ച് SSC റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് കൂടുതലായിട്ടുള്ളത് ഇപ്പം നീതു സിംഗിന്റെ ബുക്കൊക്കെ ഉണ്ട്. നീതു സിംഗിന്റെ ബുക്ക് ഉണ്ട്. അതുപോലെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ 120 റൂൾസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ പേരാണ് 120 റൂൾസ് എന്ന് പറയുന്നത്. അതുപോലെ ഗ്രാമറിന് തന്നെ ഒരു ബ്ലാക്ക് ബുക്ക് ഉണ്ട്. ബ്ലാക്ക് ബുക്ക് ഫോർ ഗ്രാമർ എന്നാണ് അതിന്റെ പേര്. ഓരോ സെക്ഷനിൽ നിന്ന് ഓരോ സെക്ഷനിൽ നിന്ന് അത് വളരെ കൃത്യമായിട്ട് പറയുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഓരോ ഷിഫ്റ്റിലും വ്യത്യാസപ്പെട്ടിരിക്കും ഗോകുലെ. അപ്പൊ ഇന്ന സെക്ഷനിൽ നിന്ന് ഇത്ര മാർക്ക് വരുന്നുണ്ടെന്ന് വളരെ കറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷെ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ഷിഫ്റ്റിലും ഒരു ക്ലോസ് ടെസ്റ്റ് ഉണ്ടാവും. ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 5 ചോദ്യങ്ങളാണ് ഒരു ക്ലോസ് ടെസ്റ്റിനകത്തുള്ളത്. ഏതാണ്ട് 20 ചോദ്യത്തിനാണ് 15 തൊട്ട് 20 വരെയുള്ള ചോദ്യം, 16 തൊട്ട് 20 വരെയുള്ള ചോദ്യങ്ങൾ ക്ലോസ് ടെസ്റ്റ് ആയിരിക്കും. അതുപോലെ എറർ സ്പോട്ടിംഗ് ഉണ്ടാവും, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. എറർ സ്പോട്ടിംഗ് 2-3 ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരുന്നത് വൊക്കാബുലറിയാണ്. അത് ഓരോ സെക്ഷൻ അനുസരിച്ചിരിക്കും. ചില സെക്ഷന് ഗ്രാമർ പാർട്സിനായിരിക്കും കൂടുതൽ പ്രാധാന്യം, എന്നാൽ മറ്റ് ചില സെക്ഷൻസിൽ വൊക്കാബുലറിക്കായിരിക്കും പ്രാധാന്യം. അങ്ങനെ ഓരോ സെക്ഷനിൽ വ്യത്യാസപ്പെടുന്നുണ്ട്. യെസ്, ഓക്കെ. മറ്റ് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റ് ചോദ്യങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ലൈവ് അവസാനിപ്പിക്കാം. വേറൊന്നും കമന്റ്സ് വരുന്നതായിട്ട് ഞാൻ കാണുന്നില്ല. യെസ്, ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് നല്ലൊരു പ്രിപ്പറേഷൻ ജേർണി ആശംസിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി മാത്രം പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടായിരിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ മനസാക്ഷിയോട് നീതി പുലർത്തുന്ന രീതിയിൽ മറ്റു കാര്യങ്ങളൊന്നും അലോസരപ്പെടുത്താതെ, അല്ലെങ്കിൽ എന്താണ് പറയാ, ഡിസ്ട്രാക്റ്റഡ് ആവാതെ പഠനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ലൊരു പ്രിപ്പറേഷൻ ജേർണി തുടങ്ങി വെക്കാൻ സാധിക്കട്ടെ. തുടങ്ങി വെച്ചാൽ മാത്രം പോരാ, അത് ഭംഗിയായിട്ട് അവസാനിപ്പിക്കുക കൂടി ചെയ്യണം. ഓക്കെ, അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. സോ വി സ്റ്റോപ്പ് ദ ക്ലാസ്. ഇടയ്ക്കൊക്കെ നമ്മൾ യൂട്യൂബിൽ ക്ലാസ് ഇടുന്നതായിരിക്കും. അപ്പൊ കാണാം കേട്ടോ. അപ്പൊ അതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ ഇപ്പൊ യൂട്യൂബില് നെക്സ്റ്റ് ക്ലാസ്സസ് ഇടുമ്പോൾ അതിന്റെ കമന്റ് സെക്ഷനിലൊക്കെ വന്ന് നിങ്ങൾക്ക് ഇപ്പം മോക്കിൽ നിങ്ങൾ ഒരു ചോദ്യം കണ്ടു, ആ ഒരു ചോദ്യം നിങ്ങൾക്ക് കമന്റ് ആയിട്ടിടാം. ഞാൻ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിൽ അതിയായ സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഐ എം വെരി ഹാപ്പി ടു ഹെൽപ്പ് യു. അപ്പം ഇനിയുള്ള വീഡിയോസ് കാണുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും കൂടി ആ കമന്റ് സെക്ഷനിൽ ആർക്ക് വേണമെങ്കിലും കമന്റ് ചെയ്യാം. അപ്പൊ ഞാനത് അഡ്രസ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു. സോ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.